ഇങ്ങനത്തെ ഒരു കടലാസിന് നമുക്ക് 1 ഗ്രാം ഗോൾഡിന്റെ വാല്യൂ കൊടുക്കാൻ പറ്റുകയാണെങ്കിലോ അതൊരു എക്സൈറ്റിംഗ് ഐഡിയ ആണെന്ന് തോന്നുന്നു അല്ലെ. അതുപോലെ തന്നെ ആ ഒരു കടലാസിന് തന്നെ 1 ഗ്രാം തൊട്ടിട്ട് നമുക്ക് 4 കിലോഗ്രാം വരെ ഗോൾഡിന്റെ വാല്യൂ കൊടുക്കാൻ പറ്റും എന്നാണ് ഒരു പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ഇത് എന്റെ പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല, ഇത് ഓൾറെഡി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സെക്ടറിൽ ഓൾറെഡി കാലങ്ങളായിട്ടുള്ള ഒരു സംഭവമാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ സൈഡിൽ നിന്ന് ഉള്ളതാണ്. ബട്ട് നമ്മൾ ആരും ഇതിനെ കുറിച്ച് ഒരു ശ്രദ്ധ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കുറെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇതിനെ കുറിച്ച് മെസ്സേജും ടിവിയിൽ പരസ്യവും അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്ന് മെസ്സേജും കാര്യങ്ങളൊക്കെ വരാറുണ്ടെങ്കിൽ കൂടി നമുക്ക് ആർക്കും ഇതിനെ കുറിച്ചൊരു വലിയ ധാരണയില്ല. അപ്പോ ഇന്ന് നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കാൻ പോവാണ്. ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് 2 രീതിയിലാണ്. ഒന്ന് കൺസ്യൂമർ, ഒന്ന് ഇൻവെസ്റ്റർ. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്വർണ്ണക്കടയിൽ പോകണം, കുറച്ച് സ്വർണ്ണം വാങ്ങിക്കണം, എന്നിട്ട് നമ്മളൊരു ഫംഗ്ഷന് യൂസ് ചെയ്യണോ, എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് നേരെ അൽമാരിയിൽ വെക്കണം. രണ്ടാമത്, ഇന്ന് നമ്മൾ ആ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യണോ, എന്നിട്ട് ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ അത് പണയം വെക്കുക അല്ലെങ്കിൽ വിൽക്കുക, എന്നിട്ട് അത് നമ്മളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. രണ്ടാമത്തെ ഞാൻ കണ്ടേക്കാൻ കൂടുതലും നോർത്ത് ഇന്ത്യൻ സൈഡിലാണ്. ഈ മാർവാഡീസ് ആണ് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക. അവര് എന്താ പറയുക, ഒരു ഷൂസോ അല്ലെങ്കിൽ ഒരു ബാഗോ വാങ്ങിക്കുന്നതിന് പകരം അവർ കുറച്ച് ഗോൾഡ് വാങ്ങിക്കും, എന്നിട്ട് അത് അവർ അവരുടെ എസെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഗോൾഡ് ആസ് എൻ എസെറ്റ് ക്ലാസ് നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് എക്സിസ്റ്റിംഗ് മാർക്കറ്റിലുള്ളത്, എങ്ങനെയാണ് നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നോർമലി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോൾഡിനെക്കാട്ടിലും നമുക്ക് എങ്ങനെയാണ് അത് ഫ്രൂട്ട്ഫുൾ വാങ്ങിക്കുന്നത്. ഈ സ്കീമിൽ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യണതിൽ നമുക്ക് എന്താണ് ലാഭം, ഡയറക്റ്റ് ഗോൾഡ് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും എന്തൊക്കെയാണ് ഇതിന്റെ പ്രോസ് കോൺസ്, എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്, എന്തിനാണ് ഇതിന്റെ ഒരു ആവശ്യം, ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ഹലോ ഓൾ, എൻ്റെ പേര് അജീഷ്, ഞാനൊരു ഫിനാൻസ് പ്രൊഫഷണലാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഫസ്റ്റിലത്തെ ഇന്റർവ്യൂ കണ്ടപ്പോൾ കുറെ പേർക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു, സോവറിൻ ഗോൾഡ് ബോണ്ടിനെ കുറിച്ചാണ്. എന്താണ് സോവറിൻ ഗോൾഡ് ബോണ്ട്, എങ്ങനെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്യണത്, അതിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ലാഭം, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, നമ്മൾ അതെല്ലാം ക്ലിയർ ഔട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് തൊട്ടിട്ട് എൻഡിങ് വരെ കാണണം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്തിനാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മുടെ രാജ്യത്തെ ട്രേഡ് ഇംബാലൻസ് വളരെ ഹ്യൂജ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇമ്പോർട്ട്സ് ആണ് എക്സ്പോർട്ടിനെക്കാട്ടിലും കൂടുതൽ. ഏതൊരു രാജ്യത്തിന്റെയും എക്സ്പോർട്ട് കൂടിയാൽ മാത്രമാണ് ആ രാജ്യം വളരുള്ളൂ. ഫോർ എക്സാമ്പിൾ, ചൈനയുടെ എക്സ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ, അവരുടെ ഇമ്പോർട്ട്സ് വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഇമ്പോർട്ട്സ് കൂടുതലായതുകൊണ്ട് നമ്മുടെ ട്രേഡ് ഇംബാലൻസ് വളരെ ഹ്യൂജ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത്, ഇമ്പോർട്ട്സ് കൂടിയതുകൊണ്ടാണ് നമ്മളൊരു ട്രേഡ് ഇംബാലൻസ് ഉള്ളത്. നമുക്കൊരു ട്രേഡ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഒരു ട്രേഡ് ഇംബാലൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ടിനെക്കാട്ടിലും താഴേക്ക് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടും എക്സ്പോർട്ടിനും ഡിഫറൻസ് ആണ് ഇതിന്റെ ഒരു റീസൺ എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇമ്പോർട്ട് നമുക്ക് കുറയ്ക്കണം. ഓക്കെ, അപ്പൊ ഇമ്പോർട്ട്സിൽ എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എന്തൊക്കെയാണ് ഇമ്പോർട്ട് ചെയ്യണത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടിയിൽ ഒഴിക്കാൻ, നമ്മളത് റിഫൈൻ ചെയ്തിട്ട് നമ്മുടെ വണ്ടിയിൽ ഒഴിക്കാനും, വാസ്ലീനും, പിന്നെ എന്താ പറയുക, ഏവിയേഷൻ സെക്ടറിലും ഇങ്ങനെ പറയുന്ന പല ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുകയാണ് ക്രൂഡ് ഓയിൽ കൊണ്ട്. അപ്പോൾ അത് ഒരു വളരെ നീഡഡ് ആയ ഒരു സംഭവമാണ്. അതും ഇങ്ങനത്തെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ക്രൂഡ് ഓയിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദെൻ നമുക്ക് ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കാം, അത്രേ ഉള്ളൂ. സെക്കൻഡ് ടോപ്പ് മോസ്റ്റ് ആണ് ഗോൾഡ്. ലോകത്തിന് 25% ഓഫ് ഗോൾഡ് സ്റ്റോക്ക് ഇന്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ ഹൗസ് ഹോൾഡ് ഉണ്ട് എന്ന് പറയാം. അപ്പൊ അത്ര അധികമാണ് നമ്മുടെ ഗോൾഡ് കൺസംഷൻ. നമ്മുടെ ഗോൾഡ് നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ റിലീജിയസ്ലി നമ്മൾ വളരെ കണക്റ്റഡ് ആണ് ഗോൾഡ് ആയതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഗോൾഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഗോൾഡ് നമുക്ക് എങ്ങാനും ഒരു ലെവൽ വരെ താഴോട്ട് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റും എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു കാഴ്ചപ്പാട്. കുറെ അധികം കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻ കറൻസി വീക്ക് ആവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇമ്പോർട്ട്സ് കുറയ്ക്കാനും അല്ലെങ്കിൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒരു ട്രേഡ് ബാലൻസിൽ കൊണ്ടുവരാൻ നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് നേരത്തെ ഒരു പേപ്പറിന് എക്സാമ്പിൾ കൊടുത്തത്. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് ഉദ്ദേശം വന്നിട്ട് എന്താ വെച്ചാൽ, ഒരു പേപ്പറിന് നമ്മൾ ഗോൾഡിന്റെ മൂല്യം കൊടുക്കാൻ നോക്കുക. സാധാ ഒരു കടലാസ് കഷ്ണം നമ്മൾ ഗോൾഡിന് മൂല്യം കൊടുക്കുകയാണ്. ഇത് RBI ബാക്ക്ഡ് ആണ്. RBIന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ അപ്രൂവൽ ഉണ്ട്. അങ്ങനെയാണ് ഇത് ഇഷ്യൂ ചെയ്യപ്പെടുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്
നിങ്ങൾ ഒരു ഗോൾഡ് വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൽ മേക്കിംഗ് ചാർജസ് വരാറുണ്ട്, 25%, 20%, എത്രയാണോ എനിക്ക് അറിയില്ല. ബട്ട് ദെൻ ഒരു മേക്കിംഗ് സർട്ടൻ എമൗണ്ട് ഓഫ് മേക്കിംഗ് ചാർജസ് ഉണ്ട്. മേക്കിംഗ് ചാർജസ് മാത്രമാണോ, GST ഉണ്ട്, വേറെ അധികം ടാക്സസ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന ഗോൾഡ് വല്ല ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിലോ, നമ്മൾ വാങ്ങിക്കുന്ന ഗോൾഡ് പക്ക പ്യൂർ ആണെന്ന് നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. പല പരസ്യത്തിലും പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ പ്യൂർ ഗോൾഡ് ആണോ എന്ന് വാങ്ങിക്കണമെന്ന് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല, അല്ലെ? പിന്നെ ഏറ്റവും വലിയ ഒരു ഇഷ്യൂ വന്നിട്ട് ഇത് ഹോൾഡ് ചെയ്യുക. നമ്മളുടെ വീട്ടിൽ വെക്കുന്നതിന് ഒരു റിസ്ക് ഉണ്ട്. ഇപ്പൊ നമ്മൾ വീട്ടിൽ വെക്കണില്ലെങ്കിൽ നമ്മൾ ലോക്കറിൽ വെക്കുകയാണ്, ബാങ്ക് ലോക്കറിൽ. അപ്പൊ ആ ലോക്കറിന് നമുക്കൊരു കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫിസിക്കലി ഒരു ഗോൾഡ് വാങ്ങിക്കുമ്പോൾ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട്, നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്താലും അത് സെൽഫ് സസ്റ്റെയിനിങ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ ഫിസിക്കൽ മെറ്റൽ ഗോൾഡ് നമ്മൾ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കൂടുന്നു എന്നല്ലാണ്ട് നമുക്ക് അതുകൊണ്ടൊന്നും കിട്ടാനില്ല പ്രസന്റ്ലി, അല്ലെ? റിസ്ക് കൂടുന്നു, നമ്മുടെ കോസ്റ്റ് കൂടുന്നു, അല്ലാണ്ട് നമുക്ക് അതുകൊണ്ട് ഒരു വരുമാനം കിട്ടണ്ടോ? ഇല്ല. നമ്മളൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇടുന്നു, എന്നിട്ട് അത് നേരെ കൊണ്ടിട്ട് നമ്മൾ അൽമാരയിൽ തള്ളുള്ളൂ, അത്രയല്ലേ ചെയ്യുന്നു. അപ്പൊ അത്രയും തന്നെയായിരുന്നു ഡീമെറിറ്റ്സ് കമ്പയറിംഗ് ടു സോവറിൻ ഗോൾഡ് ബോണ്ട്സ് ബൈങ് എ ഫിസിക്കൽ ഗോൾഡ്. ഇനി നമ്മൾ സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ ബെനിഫിറ്റ്സ് നോക്കാം. എന്തുകൊണ്ടാണ് അത് വളരെ അട്രാക്റ്റീവ് ആയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി? ക്കാൻ പോണ വാല്യൂ വന്നിട്ട് 24 കാരറ്റിന്റെയാണ്. ഏറ്റവും മിനിമം ആയ ഇൻവെസ്റ്റ്മെന്റ് 1 ഗ്രാമാണ്. മാക്സിമം നമുക്ക് 4 കിലോഗ്രാം വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പ്രസന്റ് മാർക്കറ്റ് റേറ്റ് എന്താണോ അതാണ് 1 ഗ്രാമിന്റെ റേറ്റ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്രസന്റ്ലി 5000 സംതിങ് ആണ്. അപ്പൊ 5000 സംതിങ് ആയിരിക്കും. അതിൽ തന്നെ 50 രൂപ ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട് ഇന്ത്യൻ ഗവൺമെന്റ്. ഇത് നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഫോർമില് നമ്മുടെ FD റെസീറ്റ് ഹോൾഡ് ചെയ്യണ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ളതേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. മെന്റലി നമുക്ക് റിസ്ക് വളരെ കുറവായിട്ട് തോന്നിക്കും. തേർഡ് വന്നിട്ട് ഇതിന് മേക്കിംഗ് ചാർജസ് ഇല്ല. അത് ഓൾറെഡി ഒരു വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. മേക്കിംഗ് ചാർജസ് ഇല്ല. നമ്മളൊരു ഗോൾഡ് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചു, ബട്ട് ദെൻ ഒരു മേക്കിംഗ് ചാർജസും ഇല്ല. ബട്ട് ദെൻ ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് ഗോൾഡ് തന്നെയാണ് വാങ്ങിച്ചത്, ബട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഫോർമാറ്റിലാണെന്ന് മാത്രം. ഫോർത്ത് ആൻഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം, ഇതില് നമുക്ക് റിട്ടേൺസ് കിട്ടും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് സസ്റ്റെയിനിങ് ആവണം നമ്മുടെ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ. ഈ ഇൻവെസ്റ്റ്മെന്റിൽ ഇതിന് സെൽഫായിട്ട് നമുക്ക് റിട്ടേൺസ് കിട്ടും. സോവറിൻ ഗോൾഡ് ബോണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2.5% ആനുവലി സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്കിൽ നമുക്ക് തിരിച്ചു കിട്ടും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമുക്ക് റിട്ടേൺസ് തരും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഡൗട്ട് തോന്നാം, എവിടുന്നാണ് ഈ റിട്ടേൺസ് വരുന്നത് എന്നാണ്. സോവറിൻ ഗോൾഡ് ബോണ്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിലൊരു റിട്ടേൺസ് വരുന്നത്? അപ്പൊ അതിനെ കുറിച്ചൊന്ന് സംസാരിച്ചു. ഇപ്പോൾ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അവർ കുറെ പ്രൊജക്ട്സ്, കുറെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പറയും. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അത്രയും എമൗണ്ട് കിട്ടുന്നത് RBIന്റെ സൈഡിൽ നിന്നാണ്. RBIന് അതിന്റെ പകരമായിട്ട് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് കൊടുക്കും. ഓക്കെ, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യും. ഒരു കൊലാട്രൽ പോലെ അവിടെ വെക്കും, ഒരു ഈട് പോലെ അവിടെ വെക്കും. അതിന് പകരം RBI സർക്കാരിന് ലോൺ കൊടുക്കും. ആ ലോൺ കൊണ്ടാണ് ഈ പറയുന്ന ഡിഫറെന്റ് പ്രൊജക്ട്സ് ഒക്കെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊജക്ട് ഇതിപ്പോ ഒരു ലോണാണ്. അപ്പൊ ലോണിന് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടേ, തിരിച്ചൊരു അടവ് വേണ്ടേ? അപ്പൊ ഈ അടവ് വരുന്നത് ടാക്സ് പേയേഴ്സിന് കയ്യിലാണ്. നമ്മൾ GST പേ ചെയ്യുന്നു, നമ്മൾ ഇൻകം ടാക്സ് പേ ചെയ്യുന്നു. ആ ടാക്സ് പേയേഴ്സിന് മണി എടുത്തിട്ടാണ് ഇവർ ഇൻട്രസ്റ്റ് പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഗവൺമെന്റ് ബോണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന ടാക്സ് പേയേഴ്സിന്റെ പൈസന് നമുക്കും ഒരു സർട്ടൻ ഇൻട്രസ്റ്റ്, സർട്ടൻ എമൗണ്ട് നമുക്കും കിട്ടും. അതൊരു വളരെ എക്സൈറ്റിംഗ് ആയ ഒരു സംഭവം എന്ന് തോന്നുന്നു. ഞാൻ പേ ചെയ്യുന്ന ടാക്സിന് തന്നെ എനിക്ക് തന്നെ സർട്ടൻ എമൗണ്ട് തിരിച്ച് റിട്ടേൺസ് ആയിട്ട് കിട്ടും. പിന്നെ ഇതിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇല്ല. മോസ്റ്റ്ലി എല്ലാ ഗോൾഡ് ETF-ലും മ്യൂച്വൽ ഫണ്ട്സിലും വരുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പറയുന്ന ഒരു ടാക്സ് ഇതിലില്ല. അപ്പൊ ഇത്രയും തന്നെയായിരുന്നു ബെനിഫിറ്റ്സ്. ഇനി നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതികൾ എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് എങ്ങനെയാണ് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി. സാധാരണ വർഷത്തിൽ പല ക്വാർട്ടേഴ്സിലുമായിട്ട് RBI ഇത് സോവറിൻ ഗോൾഡ് ബോണ്ട് അനൗൺസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് എനിക്ക് തോന്നുന്നു November 9 തൊട്ടിട്ട് November 10 വരെ ഉണ്ടായിരുന്നതാണ്. ലേറ്റസ്റ്റ് 13 വരെ ഉണ്ടായിരുന്നതാണ് ധൻതേരസ്, അല്ലെങ്കിൽ നമ്മുടെ അക്ഷയ തൃതീയ എന്ന് പറയുന്ന ആ ഒരു സീസൺ കണ്ടിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഈ തവണ മിസ് ചെയ്ത ആൾക്കാർക്ക് നെക്സ്റ്റ് സീരീസ് വരുമ്പോൾ നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ത്രൂവും ഇൻവെസ്റ്റ് ചെയ്യാം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ജനറലി ഇൻവെസ്റ്റ് ചെയ്യാൻ 4 രീതികളാണ്: ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, SHCIL, പിന്നെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട്. ബാങ്കിലും പോസ്റ്റ് ഓഫീസും ത്രൂ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഫോം ഒക്കെ അവർ തരും. ആ ഫോം ഫില്ല് ചെയ്യുക, നമ്മുടെ KYC കൊടുക്കുക. അതിന്റെ പകരം നമുക്ക് അവർ ഒരു സർട്ടിഫിക്കറ്റ് തരും. ഇപ്പോൾ SHCIL ആണെങ്കിൽ സ്റ്റോക്ക് ഹോൾഡിംഗ് കമ്പനി ഇന്ത്യ ലിമിറ്റഡ്, അതിൽ അവരുടെ സൈറ്റിൽ പോയിട്ട് നമുക്ക് ഓൺലൈൻ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാവും എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. അതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് വേ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അപ്സ്റ്റോക്സ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ അപ്സ്റ്റോക്സിന്റെ വാച്ച് ലിസ്റ്റിൽ കയറിയിട്ട് നിങ്ങൾ സെർച്ച് ബട്ടണിൽ SGB എന്ന് അടിച്ചു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഇതുപോലെ കാണാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീരീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. ലിമിറ്റേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഫിസിക്കലി ഒരു ഗോൾഡ് വാങ്ങിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇത് ഇട്ടുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല, നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല, കാണിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ കയ്യിൽ ഇത്ര ഗോൾഡ് ഉണ്ട് അല്ലെങ്കിൽ ഇത്രയൊക്കെ സ്വർണ്ണം ഉണ്ട് എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല ലോകത്തിൽ കമ്മ്യൂണിറ്റീന് മുമ്പിൽ. അതൊരു ലിമിറ്റേഷൻ തന്നെയാണ്. കാരണം കുറേ അധികം ആൾക്കാർ ഇതൊരു ലക്ഷറി ഗുഡ്സ് ആയിട്ടാണ് നമുക്ക് ഗോൾഡിന് കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത് ഇതിന് ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. മിനിമം 5 years ആണ് ഇതിന്റെ ലോക്ക് ഇൻ പീരീഡ്. മെച്യൂരിറ്റി വന്നിട്ട് 8ാമത്തെ വർഷത്തിലാണ്. 8ാമത്തെ വർഷത്തിൽ തന്നെ ഇത് ക്ലോസ് ആയി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഡിമാറ്റ് ഫോമിലാണെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ബട്ട് ബിഫോർ 5 years നമുക്ക് 5 വർഷത്തിന് മുമ്പേ ഇത് വേണമെങ്കിൽ വിൽക്കാം. ബട്ട് അതിനൊരു ബയർ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ 5 വർഷത്തിന് മുമ്പ് ഇത് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് ഇതിനൊരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമ്മൾ എലിജിബിൾ ആയി പോകും. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇതിൽ ആപ്ലിക്കബിൾ ആവും. പിന്നെ ഇതിൽ ഇൻകം ടാക്സ് ഉണ്ട്. ഇൻകം ടാക്സ് വന്നിട്ട് ക്യാപിറ്റലിൽ വരുന്ന അപ്രീസിയേഷൻ ഇല്ല, 2.5% നമുക്ക് എല്ലാ വർഷവും കിട്ടും എന്ന് പറയുന്ന ആ എമൗണ്ടിലാണ്. ആ എമൗണ്ട് നിങ്ങളുടെ ഇൻകമിൽ ആഡ് ആവും. എന്നിട്ട് അപ്പോൾ നിങ്ങൾ ഏത് സ്ലാബിൽ വരുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് പെടുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിലോ ടാക്സ് സ്ലാബിലുള്ള ആളാണെങ്കിൽ, ജസ്റ്റ് ബിലോ ടാക്സ് സ്ലാബിന്റെ ആളാണെങ്കിൽ ഈ ഒരു ഇൻകം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ടാക്സ് സ്ലാബിന് എലിജിബിൾ ആവും. നെക്സ്റ്റ് ടാക്സ് സ്ലാബിന് എലിജിബിൾ ആവും. അപ്പോൾ നിങ്ങൾ നല്ലൊരു എമൗണ്ട് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. അതും ഒരു ലിമിറ്റേഷൻ. ബട്ട് ഈവൻ കൺസിഡറിങ് ഈ പറഞ്ഞ ലിമിറ്റേഷൻസ് ഇതെല്ലാം വലിയ ലിമിറ്റേഷൻസ് അല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു സെൽഫ് സസ്റ്റൈനിങ് ആയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് തോന്നുന്നില്ല ഇതൊരു വളരെ ഹ്യൂജ് ആയ ലിമിറ്റേഷൻ ആണ്. എൻ്റെ അഭിപ്രായം ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കുന്ന ഇപ്പൊ നിങ്ങളൊരു പർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ഗോൾഡ് വാങ്ങിച്ചേ പറ്റൂ എന്നൊരു അവസ്ഥ ആണെങ്കിൽ ആ ഗോൾഡ് ഫിസിക്കൽ മെറ്റൽ വാങ്ങിക്കുക തന്നെയാണ് നിവർത്തി. ബട്ട് നിങ്ങളൊരു ഫ്യൂച്ചറിൽ വരുന്ന ഒരു കോൾ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു 8 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു എക്സ്പെൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവിന്റെ ഒരു കല്യാണം എന്നൊക്കെ നിങ്ങൾ ഫ്യൂച്ചറിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ഇതിൽ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടി ഇത് വളരെ ലാഭകരമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് 5000 രൂപയ്ക്ക് 5000 സംതിങ് രൂപയ്ക്ക് നിങ്ങൾ ഇന്ന് സോവറൻ ഗോൾഡ് ബോണ്ട് 1 ഗ്രാം വാങ്ങിക്കുകയാണെങ്കിൽ മേ ബി ഒരു 5 വർഷം കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 10,000 ആയി എന്ന് വരാം. ആവട്ടെ എന്ന് വിചാരിക്കാം. ബട്ട് ആയെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് 10,000 രൂപയാണ് ഇതിന് വാല്യൂ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഗോൾഡ് കൂടുന്നതിനനുസരിച്ച് കൂടുകയും ചെയ്യും, ഗോൾഡ് ഇടിയുന്നതിനനുസരിച്ച് ഇടിയും ചെയ്യും. ബട്ട് ദെൻ നിങ്ങളുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നിങ്ങൾ ഗോൾഡ് തന്നെയാണ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഗോൾഡ് വാങ്ങിക്കാൻ പറ്റും. കാരണം ആ സമയത്ത് എന്താണ് ഗോൾഡിന്റെ വാല്യൂ, ആ ഗോൾഡ് നിങ്ങൾ റിഡീം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കൂടെ ആഡഡ് ഇൻട്രസ്റ്റും കിട്ടും. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരാൻ പോകുന്നില്ല. നിങ്ങൾ ഗോൾഡാണ് നിങ്ങളുടെ മെയിൻ എയിം. നിങ്ങൾ ഗോൾഡാണ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഇതൊരു കൺസ്യൂമറിന്റെ സൈഡിൽ നിന്ന് വെച്ചിട്ടാണ്. ഇപ്പൊ നിങ്ങളൊരു ഇൻവെസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5,000 grams ആണ് 5,000 rupees ആണ് പെർ ഗ്രാം എങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഇത് കുറെ ഹൈലി ഇൻഫ്ലേറ്റഡ് ആണ്, ഇത് ഇത്രയും വലിയ പ്രൈസ്, ഇത് പ്രൈസ് ബബിൾ ആണ് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ, നിങ്ങൾ വിചാരിക്കണം ഈ പ്രൈസ് ഇടിയുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ട് ഇപ്പൊ നേരെ കൊണ്ട് ഏതെങ്കിലും ഒരു FD ഇടാം. എന്നിട്ട് നിങ്ങളുടെ ലെവൽ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിൽ ഈ പ്രൈസ് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, എന്റെ എക്സ്പെക്ടേഷനിലും ഇത് പ്രൈസ് ഇത്ര ഹൈഡ് ആണ്, ഇതൊന്നും കൊറോണയുടെ മെഡിസിൻ വന്നു കഴിഞ്ഞാൽ ഇത് കുറെ കൂടി ഇടിഞ്ഞ് ഒരു ലെവൽ വിത്തും. എന്നിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് കൂടുള്ളൂ. കാരണം ഗോൾഡ് ഇത് റിയർ മെറ്റൽ ആണ്, നമ്മുടെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇത് ഫ്യൂച്ചറിൽ ഒരു ബെറ്റർ പ്രൈസിലേക്ക് എന്തായാലും എത്തും. ഒരു ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. സോവറൻ ഗോൾഡ് ബോണ്ടിൽ ഇതായിരുന്നു നമ്മുടെ ഒരു വേർഡിക്ട് ദാറ്റ് വെദർ യു ഷുഡ് ഇൻവെസ്റ്റ് ഓർ നോട്ട്, കൺസിഡറിങ്. ഇതിൽ പിന്നെ വേറെ ഒരു എന്താ പറയുക, ഒരു ചെറിയ ഡിമെറിറ്റ് നമുക്ക് പറയണമെങ്കിൽ പറയാം. ഇതിൽ SIP ഇല്ല. നിങ്ങൾക്ക് ഒരു 1 time ഇൻവെസ്റ്റ്മെന്റാ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാ ക്വാർട്ടറിലും വരുമ്പോൾ ഒരു ഗ്രാം വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ എല്ലാ ക്വാർട്ടറിലും നിങ്ങൾക്ക് ഒരു മെച്യൂരിറ്റി വാല്യൂ കിട്ടുമായിരിക്കും. അങ്ങനെയും വേണമെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇത് കൂടാണ്ട് എനിക്ക് തോന്നുന്നില്ല ഇതിൽ വലിയ ഡിമെറിറ്റ്സ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ലേറ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിലും ആ സമയത്തുള്ള ഡിസൈൻ അല്ലെങ്കിൽ ആ സമയത്തുള്ള ട്രെൻഡിനനുസരിച്ച് ഗോൾഡ് നിങ്ങൾക്ക് എന്തായാലും വാങ്ങിക്കാൻ പറ്റും, അല്ലെ? അപ്പോൾ ഇത്രയും തന്നെയായിരുന്നു സോവറൻ ഗോൾഡ് ബോണ്ടിനെ കുറിച്ച്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എൻ്റെ ഹംബിൾ അറ്റംപ്റ്റ് ആയിരുന്നു ടു ഫുള്ളി ഡിസ്ക്ലോസ് ഹൗ സോവറൻ ഗോൾഡ് ബോണ്ട് വർക്ക്സ് ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു അപ്രീഷിയേറ്റ് യുവർ ക്യാപിറ്റൽ. അപ്പോൾ ഇത്രയും തന്നെയായിരുന്നു ഈ വീഡിയോയിൽ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് അടുത്ത് പറയുക. ഇപ്പോൾ someone who doesn't know about this channel, please let them know. ഇതുപോലത്തെ ഇനിയും കുറേ ടോപ്പിക്സിന് മുകളിൽ നമുക്ക് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും ഈ ചാനൽ ഷെയർ ചെയ്യുക. ടെൽ them to subscribe. Thank you and thanks a lot. ഹലോ ഫ്രണ്ട്സ്, യൂസ്ലെസ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ?
എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും സ്ഥാപനത്തിന് വർക്ക് ചെയ്യുകയാണ്, നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ടൈമിന് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ബോസോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് സ്കൂളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് യൂസ്ലെസ് എന്നൊക്കെ, ഈ ഒരു യൂസ്ലെസ് ഗായ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. യൂസ്ലെസിന്റെ ശരിയായ അർത്ഥം ഒന്നിനും പറ്റാത്ത അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത എന്ന രീതിയിലാണ്. പക്ഷെ യൂസ്ലെസ്സിന് മറ്റൊരു അർത്ഥമുണ്ട് എന്നൊരു ബിസിനസ് ട്രാൻസാക്ഷൻ ഡീലില് നമുക്ക് മനസ്സിലാവും. യൂസ്ലെസ്സിന്റെ ശരിയായ ഒരു അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് യൂസ്ഡ് ലെസ് എന്നാണ്. യൂസ്ഡ് ലെസ് എന്ന് പറഞ്ഞാൽ കുറവ് ഉപയോഗിച്ചു എന്നാണ്. അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ അതിനെ ഉപയോഗിച്ചില്ല എന്നാണ് അതിന്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്ന രീതി. ഞാൻ അങ്ങനെയാണ് അത് കൺസിഡർ ചെയ്തേക്കുന്നത് ആ വാക്കിനെ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണ ഈ ചെറിയ സ്റ്റോറിയാണ്, ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഈ ചാനലിൽ പ്രസന്റ് ചെയ്യാന്ന് വെച്ചു ഞാൻ. കാരണം നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ്മെന്റ്, സ്റ്റോക്ക് മാർക്കറ്റ്, നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ എന്റെ ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു റിലേറ്റഡ് ആയ ഒരു സ്റ്റോറി ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ പ്രസന്റ് ചെയ്യാന്ന് വെച്ചത്. ഓക്കെ, അപ്പൊ അധികം വൈകാണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ബിൽഡിങ്ങിനെ കുറിച്ചാണ്. ഈ ബിൽഡിങ്ങിന്റെ ഒരു പ്രത്യേകത വന്നിട്ട് ഇത് ലോകത്തെ ഏറ്റവും പവർഫുൾ ആയ രാജ്യത്തെ വളരെ പ്രമുഖമായ ഒരു സിറ്റിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ സ്ക്വയറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണ്. നമ്മളെല്ലാവരും ന്യൂ ഇയറിന്റെ സമയത്ത്, അറ്റ്ലീസ്റ്റ് ന്യൂ ഇയറിന്റെ സമയത്ത് കണ്ടിട്ടുണ്ട് ഈ ബിൽഡിങ്ങിനെ. ന്യൂ ഇയറിന്റെ സമയത്ത് ഒരു വലിയ ടിവിയിൽ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിലുള്ള 1 ടൈം സ്ക്വയർ എന്ന പേരുള്ള ബിൽഡിംഗ്. നമ്മൾ അതിൽ ഇങ്ങനെ ന്യൂയോർക്കിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് ആ ബിൽഡിംഗ്. അതിലിങ്ങനെ ഹാപ്പി ന്യൂ ഇയറിന്റെ സമയത്ത് ഇങ്ങനെ വലിയ ഹാപ്പി ന്യൂ ഇയർ അങ്ങനെയൊക്കെ എഴുതി വരുന്ന ഒരു ബിൽഡിംഗ് ആണത്. ഓക്കെ, ആ ബിൽഡിങ്ങിനെ കുറിച്ചാണ് ഈ സ്റ്റോറി. ഈ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇത് റിയൽ ആയിട്ട് നടന്ന ഒരു കഥയാണ്. അതില് അത് വാങ്ങിച്ച ആൾ അത് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്ത്, അത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറി ആയതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. എങ്ങനെയാണ് ആ ബിൽഡിങ്ങിന്റെ ഒരു പ്രത്യേക തരം ഒരു ആവശ്യത്തിന് ആ ബിൽഡിംഗ് യൂസ് ചെയ്ത് വിതിൻ 2 years, 2 വർഷം കൊണ്ട് തന്നെ അത് വാങ്ങിച്ച ആള് അതിന്റെ 300% ലാഭം ഉണ്ടാക്കിയെടുത്ത ഒരു കഥയാണത്. ഓക്കെ, 1 ടൈം സ്ക്വയർ ശരിക്കും ഉണ്ടാക്കിയ കാലം വന്നിട്ട് 1904 ആണ്. 1904 അത് ആക്ച്വലി ഉണ്ടാക്കിയത്. ആ ബിൽഡിങ്ങിന് ശരിക്കും 1 ടൈം സ്ക്വയർ എന്നാണ് പറയുക. 1 ടൈം സ്ക്വയർ ആക്ച്വലി ഉണ്ടാക്കിയത് ന്യൂയോർക്ക് ടൈംസ് ന്യൂസ് പേപ്പറിന്റെ ഹെഡ് ഓഫീസായിട്ടാണ്. ഓക്കെ, ഇത് അവരുടെ ഹെഡ് ഓഫീസായിട്ട് ന്യൂയോർക്ക് ടൈംസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ ഒരു മീഡിയ ജയന്റ് ആണ്. ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു ന്യൂസ് സെല് ചെയ്യണ ഒരു വലിയ ജയന്റ് ഓർഗനൈസേഷനാണ്. അവരുടെ ഒറിജിനൽ ഹെഡ് ഓഫീസ് ആയിരുന്നു ഇത് 1 ടൈം സ്ക്വയർ. പിന്നെ കാലക്രമേണ അവർക്ക് നഷ്ടം വന്നു, ലാഭം, അവർ ബാങ്ക്രപ്റ്റ് ആയിട്ട് അവർ പിന്നെ തീരെ ഓടാണ്ടായി. 1961 ആകുമ്പോഴത്തേക്കും, 1904 ഉണ്ടാക്കി 1961 ആകുമ്പോഴത്തേക്കും ആ ബിൽഡിംഗ് തീരെ വേക്കന്റ് ആയി എന്നാണ് പറയണത്. അവർക്ക് ഇത് വിൽക്കാനും പറ്റുണ്ടായിരുന്നില്ല, അത് യൂസ് ചെയ്യാനും പറ്റും, കാരണം ബാങ്ക്രപ്റ്റ് ആയിരുന്നു അവർ. അപ്പൊ അത് ആ ബിൽഡിംഗ് യൂസ് ചെയ്യാണ്ട് എക്സിസ്റ്റ് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ഉള്ള ഒരു കാലമാണ്. ആ സമയത്ത് ഞാൻ വായിച്ചേക്കണ എന്താ വെച്ചാൽ ഈ ബിൽഡിങ്ങിന് FBI, ഈ മറ്റേ അവരുടെ ഈ നമ്മളെ CID പോലെ അവരുടെ FBI ഓർഗനൈസേഷൻ ജർമ്മൻ ആർമിക്കാരനെ എന്താ പറയാ ജയിലിൽ ഇട്ട് വെക്കാനും അവരെ പീഡിപ്പിക്കാനും പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ അവര് മറ്റേ പിസ്റ്റൽ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാ കേട്ടെ. അങ്ങനെയൊക്കെ ആയിരുന്നു ആ ബിൽഡിംഗ്. അത്രയും ഡെസേർട്ടഡ് ആയിരുന്നു, ആർക്കും വേണ്ടാണ്ട് ഒരു കിടക്കുന്ന ഒരു ബിൽഡിംഗ്. പിന്നെ ഇതിന്റെ സ്റ്റോറി ശരിക്കും സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുന്നത് 1995 1995 ലേമൻ ബ്രദേഴ്സ്, നമുക്കറിയാം മറ്റേ അമേരിക്കൻ ഒരു ഹൗസിംഗ് ബൂമിൽ തകർന്നു പോയ ഒരു ബാങ്കാണ് ലേമൻ ബ്രദേഴ്സ് ആണ് 1995 ഈ ബിൽഡിംഗ് വാങ്ങിക്കണം സ്വന്തമായിട്ട്. ന്യൂയോർക്ക് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു സ്ഥലമാണ് അമേരിക്കേന്റെ, വളരെ ഇമ്പോർട്ടന്റ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സ്ഥലമാണ് 1 ടൈം സ്ക്വയർ. അപ്പൊ അവിടെ ഒരു ബിൽഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്തത്. അപ്പൊ ഇവർ ഈ ബിൽഡിംഗ് വാങ്ങിച്ചു. അവർ വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നു 27-29 മില്യൺസിന്റെ അടുത്ത് എന്തോ ആണ് അവർ വാങ്ങിച്ചത്. ഈ ടോട്ടൽ ബിൽഡിംഗിന്റെ വാല്യൂ അവർ കൊടുത്ത് വാങ്ങിച്ചത് 27 മില്യൺസിന്റെ അടുത്ത് എന്തോ ആണ്, 27-28-29 എന്തോ പൈസക്കാണ് അവർ വാങ്ങിച്ചത്. വാങ്ങിച്ചപ്പോ ഈ പറയുന്ന സ്ഥലം വളരെ
സ്ട്രാറ്റജിക് ആയ ഒരു ലൊക്കേഷനാണ്. സ്ട്രാറ്റജിക് ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പലതരം ബിസിനസ് ഐഡിയാസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഐഡിയയിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം, ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു യുണീക്ക് തരത്തിലെ ഒരു ഭക്ഷണം, ഓക്കെ, ഒരു യുണീക്ക് ബർഗർ ഉണ്ടാക്കിയിട്ട് ഞാൻ ഉദ്ദേശിച്ച സ്ഥലം ഒരു മേ ബി ഒരു ലുലു മോളോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ കൊച്ചിയിലത്തെ ഒരു പ്രൈം ലൊക്കേഷൻ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ ആ സ്ഥലത്ത് ഞാൻ വിൽക്കാൻ പോകുമ്പോൾ എന്റെ ഇത് ബ്രേക്ക് ഈവൻ ഒരിക്കലും ആവില്ല. കാരണം ആ സ്ഥലം വളരെ കോസ്റ്റ്ലിയാണ്, വളരെ ഹ്യൂജ് കോസ്റ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് ഒരു ബർഗർ വിറ്റുകൊണ്ട് എന്തായാലും എനിക്ക് അവിടെ ബ്രേക്ക് ഈവൻ ആവാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ മോസ്റ്റ്ലി ആ ഐഡിയ ഡ്രോപ്പ് ചെയ്യുക. കാരണം അത്രയും വാടക കൊടുത്തിട്ട് നമ്മൾ അവിടെ വിൽക്കനെക്കാട്ടിലും ഭേദം വിൽക്കാണ്ടിരിക്കുക എന്നൊക്കെയോ നമ്മൾ വിചാരിക്കും, അല്ലെ? അപ്പോൾ ചില സ്ഥലത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ചില സ്ഥലത്തിന്റെ വാല്യൂ ഭയങ്കര കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലിലെത്തും. ഓക്കെ, അതുപോലെയായിരുന്നു ഈ ടൈം സ്ക്വയറിന്റെ പ്രത്യേകത. ഈ ബിൽഡിംഗ് ഭയങ്കര ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ലൊക്കേഷനാണ്. ന്യൂയോർക്ക് എന്ന് പറയുമ്പോൾ സിനിമകളിൽ തന്നെ ഈ ഒരു ലൊക്കേഷനാണ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക, അല്ലെ? സിനിമകളിൽ നമ്മൾ കാണുമ്പോൾ അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ റെന്റ് ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് അവർക്ക് ഈ ബിൽഡിംഗ് റെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആരും റെന്റിന് എടുക്കാൻ തയ്യാറല്ല. വാടകയ്ക്ക് എടുക്കാൻ ആർക്കും എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും മോസ്റ്റ്ലി എല്ലാവർക്കും ചിലപ്പോൾ ഒരു ധാരണ ഉണ്ടാവും ഇത് അഫോർഡബിൾ അല്ല, അല്ലെങ്കിൽ ചിലർക്ക് ഇപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൂടിയും അവർക്ക് ആ പറയണ അവിടെ ഉള്ള ഒരു വാല്യൂന്ന് വരുന്ന റെന്റ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണില്ല. അപ്പോഴാണ് അവിടെ അവര് ഒരു ഡിഫറെന്റ് ആയിട്ടൊരു തിങ്ക്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ യൂസ്ലെസ് എന്ന് പറഞ്ഞ ആ സെയിം കോൺസെപ്റ്റ് അവിടെയാണ് അവർ ഉദ്ദേശിച്ചത്. ആ ബിൽഡിംഗ് അവർ പ്രോപ്പറായിട്ട് അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തില്ല എന്ന് അവർക്ക് തോന്നി. അവർ യൂസ് ചെയ്തത് അത് ബിൽ ബോർഡ് വെക്കാൻ വേണ്ടിയിട്ട്. ബിൽ ബോർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ഇപ്പൊ ഇതാണ് ടൈം സ്ക്വയർ. അവിടെ നിങ്ങൾക്ക് ഈ ലൈറ്റ് വരുന്ന ഈ സെയിം സംഭവത്തിനാണ് നമ്മൾ ബിൽ ബോർഡ് എന്ന് പറയുക. ബിൽ ബോർഡ് എന്ന് പറഞ്ഞാൽ വലിയ ഇപ്പൊ ഈ പറയുന്ന സ്ഥലം സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ലൊക്കേഷനാണ്. കുറെ പേര് വന്നും പോകുന്നു. ആ സ്ട്രീറ്റ് വളരെ തിക്കും തിരങ്ങി നടക്കുന്ന സ്ഥലമാണ്. അവിടെ പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ TV ഒക്കെ ഫിക്സ് ചെയ്ത് മറ്റേ പോസ്റ്ററൊക്കെ വെക്കും. അങ്ങനെ അവർ അതിന് റെന്റ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ റെന്റ് ഔട്ട് ചെയ്തിട്ട് അവര് 300% അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസേന്റെ 29 വാങ്ങിച്ച അവര് ആ 2 വർഷം കൊണ്ട് $110 മില്യൺ ഉണ്ടാക്കി എന്ന് പറയുന്നത് വാടകയ്ക്ക്. ഈ പരസ്യം മാത്രം വാടകയ്ക്ക് കൊടുത്തിട്ട് അത്രയും പൊട്ടൻഷ്യൽ ആയിട്ട് അവർക്ക് അപ്പൊ ഒരു ബിൽഡിംഗ് വെറുതെ നിൽക്കുന്നുണ്ട്, പക്ഷെ പരസ്യത്തിന് മാത്രമായിട്ട് അവർക്ക് ഒരു ബിൽഡിംഗ് മൊത്തമായിട്ട് യൂസ് ചെയ്യാൻ പറ്റി. അത് എന്തോരം ഡിഫറെന്റ് ആയ തിങ്കിങ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഏതൊരു സംഭവത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഏതൊരു സംഭവത്തിലും നമ്മൾ കാണുന്ന രീതി അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിലാണ് കാര്യം. നമ്മൾ വിചാരിക്കും ഈ പറയുന്ന സംഭവത്തിന് ഒരു യൂസ് ഇല്ലെങ്കിൽ കൂടിയും അത് എങ്ങനെയെങ്കിലും അതിന് വേറെ തരത്തിലൊരു യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ പറയുന്ന സംഭവം ആ സമയത്ത് അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് അതിന്റെ എന്റെ ഒരു വിശ്വാസം എന്ന് ഞാൻ പറയാം. അപ്പോൾ അവിടെ ചെറിയൊരു ഡിഫറെന്റ് ഒരു ചിന്താഗതി വെച്ചത് കൊണ്ട് തന്നെ ആ ഒരു ഫുൾ ബിൽഡിങ്ങിന്റെ മൊത്തം മൂല്യം അവർക്ക് 2 വർഷം കൊണ്ട് മുതലായി എന്നാ പറയണത്. 2 വർഷം കൊണ്ട് അവർ വിൽക്കും ചെയ്തു. അത് 2 വർഷം കൊണ്ട് അവര് എന്താ പറയാ 300% ലാഭം ഉണ്ടാക്കി അവർ വിൽക്കും ചെയ്തു. അവരൊരു ആക്ച്വലി ലേമൻ ബ്രദേഴ്സ് ഒരു വെൽത്ത് മാനേജ്മെന്റ് കമ്പനിയാണ്. ബാങ്ക് ആണെങ്കിൽ കൂടിയും അവർ കുറെ ആൾക്കാരുടെ പൈസ ഒക്കെ വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഇരട്ടിപ്പിക്കുക എന്ന രീതിയിലൊക്കെയുള്ള ഒരു തരം വെൽത്ത് മാനേജ്മെന്റ് ബാങ്കാണ്. അവര് ആ പൈസ ഇരട്ടിച്ചു, എന്നിട്ട് അവരവന്റെ ലാഭം എടുത്തു. അവർ ആ ബിൽഡിംഗ് വേറൊരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിന് കൊടുത്തു. ഇപ്പൊ പോലും അവർ പറയണത് എന്താ വെച്ചാൽ, ഇപ്പോഴും ആ ബിൽ ബോർഡ് വെച്ചിട്ടുള്ള റവന്യൂ ആണ് ആ ബിൽഡിംഗിൽ വാടകേനെക്കാട്ടിലും കൂടുതൽ. ഇപ്പോഴും ആ ബിൽഡിംഗിന് അവർ ഒരു ബിൽ ബോർഡിന് വേണ്ടിയിട്ടാണ് ബിൽ ബോർഡ് പരസ്യത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ പറയുന്ന എന്തൊരു കാര്യത്തിനും എന്തൊരു സംഭവത്തിനും നമ്മൾ യൂസ് ചെയ്യാൻ പോണ രീതി ഒരു ഡിഫറെന്റ് ഡയറക്ഷനിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് പല ഉപകാരങ്ങളും അല്ലെങ്കിൽ പല രീതിയിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ്. ഓക്കെ, ഇത്രയും തന്നെയായിരുന്നു ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ആക്ച്വലി ഇടാൻ റീസൺ എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മളെല്ലാവരും ഞാനിപ്പോ എന്റെ ചാനൽ ഞാൻ എന്തായാലും ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്തായാലും ഇനിയും കൊണ്ടുവരുന്നുണ്ടാവും. ഇനിയും കുറെ സംഭവങ്ങളുണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ.
നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിക്കണം. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഒരു എനിക്ക് തോന്നിയ ചെറിയൊരു പോർഷൻ തന്നെയാണ്. കാരണം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ എങ്ങനെയാണ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൊണ്ട് നമുക്ക് എന്തൊക്കെ യൂസ് ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ച് എടുക്കേണ്ട ഒരു കാലം. ഇപ്പൊ നിങ്ങൾക്കൊരു റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ടാവും, നിങ്ങളത് വാടകയ്ക്ക് കൊടുക്കുന്നു. ആ ബിൽഡിംഗിൽ തന്നെ ഇനിയും നിങ്ങൾക്ക് എങ്ങനെ റവന്യൂ ഉണ്ടാക്കാൻ പറ്റും, ഇനിയും എങ്ങനെയാണ് നിങ്ങൾക്ക് അതിന്റെ റവന്യൂ സോഴ്സ് കൂട്ടാൻ പറ്റുക എന്ന് നമ്മൾ നോക്കണ്ടേ, അല്ലെ? അപ്പൊ ഇത്രയും തന്നെയായിരുന്നു ഈ വീഡിയോ കണ്ടു ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ലോട്ട്. വീട് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. വീടിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സമ്പാദ്യത്തിന്റെ ഓൾമോസ്റ്റ് 60% ഇൻവെസ്റ്റ് ചെയ്യാണ്. അത് പ്രത്യേകിച്ച് കേരളത്തിൽ. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ ലേബർ കോസ്റ്റ് അല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽ കോസ്റ്റ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പലതരം കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴത്തേനും ഈ പറയുന്ന കോസ്റ്റ് നമുക്ക് ഭയങ്കര ഹ്യൂജ് ആയി മാറുകയാണ്. അത് മാത്രമല്ല, നമ്മൾ കുറെ അധികം ലക്ഷൂറിയസ് ആയിട്ടാണ് കേരളത്തിൽ പ്രത്യേകിച്ച് വീട് പണിയാണ്. ഞാൻ രണ്ട് സ്റ്റേറ്റിലാണ് പ്രത്യേകിച്ച് ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ട് വീട് പണിയെന്ന് കണ്ടത്. ഒന്ന് കേരളം, രണ്ടാമത് പഞ്ചാബ്. ബാക്കി എല്ലാ സ്റ്റേറ്റിലും ഇല്ല എന്നൊന്നും ഞാൻ പറയാനുള്ള ആളല്ല. ബട്ട് ദെൻ ഈ പറഞ്ഞ രണ്ട് സ്റ്റേറ്റില് ഭയങ്കര എക്സോർബിയന്റ്ലി നമ്മൾ കാശ് ഇറക്കി ഭയങ്കര അധികമായിട്ട് നമ്മൾ വീട് പണിയും. അതിന് മെയിൻ ഒരു റീസൺ വന്നിട്ട് ഈ പറയുന്ന രണ്ട് സ്റ്റേറ്റിന്റെയും മേജർ പോപ്പുലേഷൻസും NRI ആണ്. NRI ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന രണ്ട് സ്റ്റേറ്റിനും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഈ പറയുന്ന രണ്ട് സ്റ്റേറ്റും ലേബർ കോസ്റ്റ് ഇസ് ടു ഹൈ. പല സമയത്തും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മുടെ വീട് ഒരു അസറ്റ് ആണോ അതോ ലയബിലിറ്റി ആണോ? കാരണം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മുടെ വീട് ഒരു അസറ്റ് ആണ്. ബട്ട് ശരിക്കും അസറ്റ് ആണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കണം. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ വീട് നമുക്കൊരു അസറ്റ് ആണോ അതോ ലയബിലിറ്റി ആണോ എന്ന് കാണാൻ പോവാണ്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഹലോ ഓൾ, എന്റെ പേര് അജീഷ്. ഞാനൊരു ഫിനാൻസ് പ്രൊഫഷണലാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്, നമ്മളൊരു ഫിക്സഡ് അസറ്റ്, നമ്മൾ ശരിക്കും ഒരു അസറ്റ് ആണോ അതോ നമുക്ക് ലയബിലിറ്റി ആണോ എന്നാണ്. ഈ വീഡിയോന്റെ അവസാനത്തിൽ നമ്മളുടെ വീട് ഒരു അസറ്റ് അല്ല ഒരു ലയബിലിറ്റി ആണെങ്കിൽ കൂടിയും നമ്മൾ മനസ്സിലാക്കേണ്ട രീതി എങ്ങനെയാ വെച്ചാൽ, നമ്മുടെ വീട് നമുക്കൊരു അച്ചീവ്മെന്റ് ആണ്. നമ്മൾ പലരും ഒരു വീട്, ഒരു കാറ് എന്ന് പറയുന്നത് ഒരു വലിയ നമ്മുടെ ലൈഫിലെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് നമ്മൾ എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് വളരെ ഇമോഷണൽ ആയിട്ട് അറ്റാച്ച്ഡ് ആയ ഒരു സംഭവമാണ് നമ്മുടെ വീട്. എന്റെ കുറെ ഫ്രണ്ട്സ് തന്നെ ബിഫോർ മാരേജ്, കല്യാണം കഴിക്കുന്നതിനാട്ടിലും മുമ്പേ തന്നെ അവരൊരു വീടും ഒരു കാറും ഒക്കെ സ്വന്തമാക്കിയിട്ടാണ് ഒരു കല്യാണം പോലും കഴിച്ചത്. ഇന്ന് നമ്മൾ ഈ പറഞ്ഞ സംഭവം, നമ്മുടെ വീട് ഒരു അസറ്റ് ആണോ ലയബിലിറ്റി ആണോ ഡീകോഡ് ചെയ്യാൻ പോവാണ്. അപ്പോ ലെറ്റ് സ്റ്റാർട്ട്. എന്തൊരു കാര്യം പഠിക്കുമ്പോൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്, തിയറി ആൻഡ് പ്രാക്ടിക്കൽ. തിയറിറ്റിക്കലായ കാര്യങ്ങൾ വേറെ രീതിയിലാണ്, പ്രാക്ടിക്കലായ കാര്യങ്ങൾ വേറെ രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു വർഷം ഒരു പൈലറ്റിന് ഒരു ബുക്ക് കൊടുക്കുകയാണ്, പ്ലെയിൻ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് കൊടുക്കുകയാണ്. ആളെ ബുക്ക് മൊത്തം പഠിച്ചു, നല്ല മാർക്കോടെ ജയിച്ചു. അതിന്റെ ഒരു വർഷം കഴിഞ്ഞ് ഒരു ദിവസം ആവുമ്പോൾ ആൾക്ക് നമ്മളൊരു പ്ലെയിൻ കൊടുക്കണം, ഇത് നിങ്ങൾക്ക് പറപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇംപോസിബിൾ. കാരണം അത് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഇല്ല അതിൽ. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ടോപ്പിക്കിൽ അസറ്റും ലയബിലിറ്റിയും തമ്മിൽ ഒരു വലിയ ഡിഫറൻസ് ഉണ്ട്. ഇത് പ്രാക്ടിക്കൽ സൈഡിൽ അസറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ നേരെ തിരിച്ചാണ്. പ്രാക്ടിക്കൽ സൈഡിൽ അസറ്റ് എന്താണ് ഡീകോഡ് ചെയ്ത ഒരു വലിയ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വലിയ ബുക്കിന്റെ ഒരു ഓഥർ റോബർട്ട് കിയോസാക്കി. ആളെ കുറിച്ച് കേൾക്കാത്ത ആൾക്കാർ വളരെ ചുരുക്കം തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആളുടെ ഒരു വലിയ ഫേമസ് ബുക്ക് ഉണ്ട് 1997 വന്ന റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡ് എന്ന്. Asset is something that anything that gives you money, puts money in your pocket എന്നാണ് asset ആളുടെ പ്രകാരം. അതുപോലെ തന്നെ ആളുടെ പ്രകാരം liability is something that takes money out of your pocket. വളരെ സിമ്പിൾ ആയിട്ട് അസറ്റ് എന്ന് പറയുന്ന സംഭവം ആള് ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ അസറ്റ് ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു സംഭവം ഒരു അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കണം. അതുപോലെ ലയബിലിറ്റി ആവുമ്പോൾ ലയബിലിറ്റി സംതിങ് ദാറ്റ് ടേക്സ് മണി ഔട്ട് ഓഫ് യുവർ പോക്കറ്റ്, നമ്മൾ അതിൽ ചെലവാക്കിക്കൊണ്ടേയിരിക്കണം. ഇതാണ് ആള് ഡിഫൈൻ ചെയ്യുന്ന അസറ്റ് ആൻഡ് ലയബിലിറ്റി. An asset is a resource with economic value that an individual, corporation or country owns or controls with expectation that it will provide a future benefit. അപ്പോൾ അക്കോർഡിംഗ് ടു ഇൻവെസ്റ്റോപീഡിയ അസറ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു വരുമാനത്തിനെ കുറിച്ചാണ് അസറ്റ് അവർ ഡിഫൈൻ ചെയ്യുന്നത്. ബട്ട് ദെൻ റോബർട്ട് കിയോസാക്കിന്റെ ബുക്കിൽ അവർ അസറ്റ് എന്ന് പറയുന്ന സംഭവം പ്രസന്റിൽ തന്നെ നമുക്കൊരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന സോഴ്സിനെയാണ് അസറ്റ് എന്ന് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ലയബിലിറ്റി സംതിങ് എ പേഴ്സൺ ഓർ
company owes usually a sum of money. ഒരു ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ള പൈസേനാണ് നമ്മൾ ഈ ലയബിലിറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ലയബിലിറ്റിന്റെ ഡെഫിനേഷൻ റോബർട്ട് കിയോസാക്കിന്റെയും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെയും ഏകദേശം സെയിം ആണ്. കാരണം രണ്ടിലും നമ്മുടെ പൈസ കയ്യിൽ പോണ ഒരു അവസ്ഥയാണ് പ്രസന്റ് ചെയ്തേക്കുന്നത്. ബട്ട് അസറ്റിന്റെ കാര്യത്തിലാണ് ഒരു മേജർ ഡിഫറൻസിയേഷൻ വരുന്നത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗിനെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റോപീഡിയ ഈ പറയുന്ന സൈറ്റുകളെല്ലാം അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇവര് റോബർട്ട് കിയോസാക്കിന്റെ പ്രകാരം അസറ്റ് സംതിങ് ഗിവ്സ് us മണി എന്നാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺട്രഡിക്ഷൻ നമുക്ക് രണ്ട് കേസ് സ്റ്റഡി ആയിട്ട് നോക്കാം. അപ്പൊ കേസ് 1, നമ്മൾ ഒരു വീട് വെക്കുകയാണ്. ഓക്കെ, 30 ലക്ഷം രൂപയുടെ ഒരു ചെറിയ വീട്, ഒരു കുഴപ്പമില്ലാത്ത ഒരു സെറ്റപ്പിൽ ഒരു അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും വെച്ച് ഒരു 30 ലക്ഷം രൂപയുടെ ഒരു വീട് വെച്ചു. അതിന് എങ്ങനെ പോയാലും ഒരു മേബി ഒരു EMI 20,000 to 25,000 ഉള്ളിൽ വരും. നമുക്കൊരു 22,000 EMI ആയിട്ട് എടുക്കാം. പ്ലസ് 2,000 rupees അതിന്റെ ഒരു മെയിന്റനൻസ് കോസ്റ്റ്, ആ വീടിന്റെ ഒരു മെയിന്റനൻസ് കോസ്റ്റ്. അപ്പൊ നമുക്ക് ഒരു വീട് വെക്കാൻ 30 ലക്ഷം രൂപ ചെലവായി. അതിന്റെ EMI വന്നിട്ട് 22,000 പ്ലസ് 2,000 അതിന് മെയിന്റനൻസ് കോസ്റ്റ്. അപ്പൊ 24,000 നമുക്ക് എല്ലാ മാസവും കയ്യിൽ നിന്ന് പോകും. കേസ് 1-ൽ നമ്മൾ ഈ വീട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീട് വാടകയ്ക്ക് കൊടുക്കുകയാണ്. ഇപ്പൊ തൃശ്ശൂർ പോലത്തെ ഒരു സ്ഥലം, എന്റെ സ്വദേശം തൃശ്ശൂർ ആയതുകൊണ്ട് തൃശ്ശൂർ പോലത്തെ ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ടൗണിൽ തന്നെ മാക്സിമം റെന്റ് വന്നിട്ട് 10,000 രൂപയാണ്. ഇപ്പൊ നമ്മൾ 10,000 ഉള്ളത് ഒരു 2,000 രൂപ കൂടി കൂട്ടിയിട്ട് ഒരു 12,000 രൂപ ആക്കാം. 12,000 മൈനസ് 24,000 അപ്പൊ 12,000 രൂപ സ്റ്റിൽ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോ ഇത് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ നമുക്ക് ഡിസൈഡ് ചെയ്യാം. കേസ് 2-ലേക്ക് പോവാം. കേസ് 2-ലും സെയിം, നമ്മൾ 30 ലക്ഷം രൂപയുടെ വീട് വെച്ചു, 22,000 രൂപ നമുക്ക് EMI വരുന്നു, പ്ലസ് 2,000 മെയിന്റനൻസ് കോസ്റ്റ് വരുന്നു. പക്ഷെ ഈ പറഞ്ഞ കേസിൽ 30,000 രൂപ നമുക്ക് വാടക കിട്ടുന്നുണ്ട്. ആദ്യത്തെ കേസിൽ നമ്മൾ കയ്യിൽ ക്യാഷ് അങ്ങോട്ട് പോകുന്നു, 12,000 രൂപ അങ്ങോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ കേസിൽ നമുക്ക് 6,000 രൂപ തിരിച്ച് കയ്യിലോട്ട് കിട്ടുന്നു. അപ്പൊ ആദ്യത്തെ കേസിൽ നമ്മുടെ അസറ്റ്, നമ്മുടെ വീട് നമുക്ക് ലയബിലിറ്റി ആണെങ്കിൽ സെക്കൻഡ് കേസിൽ നമ്മുടെ വീട് നമുക്കൊരു അസറ്റ് ആണ്. ഈ രണ്ട് കേസ് എക്സാമ്പിൾസ് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് പൈസ വരികയാണെങ്കിൽ അതൊരു അസറ്റുമാണ്, പൈസ പോവുകയാണെങ്കിൽ ഇതൊരു ലയബിലിറ്റി കൂടിയാണ്. ബട്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഞാൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇനി പറയുന്ന എത്രയും വലിയ ഇൻവെസ്റ്റോപീഡിയ പോലത്തെ സൈറ്റിനൊക്കെ തെറ്റായി പറയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയല്ല. അവര് സംസാരിക്കുന്ന സംഭവം എക്കണോമിക് വാല്യൂവിനെ കുറിച്ചാണ്. എക്കണോമിക് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ടാഞ്ചിബിൾ അസറ്റ് അല്ലാണ്ട് ഇൻടാഞ്ചിബിൾ ആയ കുറെ കാര്യങ്ങൾ തരുന്നുണ്ട്. ഇൻടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ സേഫ്റ്റി, സെക്യൂരിറ്റി, പീസ് ഓഫ് മൈൻഡ്, എന്താ പറയുക, ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ വർക്കിലുള്ള പ്രൊഡക്ടിവിറ്റി, നമ്മൾ വർക്ക് ഫ്രം ഹോം ഒക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഡക്ടിവിറ്റി കൂടാം. ഈ പറയുന്ന ഫാക്ടേഴ്സും ഇൻവെസ്റ്റോപീഡിയ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നോക്കാറുണ്ട്. ബട്ട് ദെൻ റോബർട്ട് കിയോസാക്കിന്റെ ഡെഫിനേഷൻ വളരെ പ്രാക്ടിക്കൽ ആയ ഒരു കാര്യമാണ്. അപ്പൊ അതാണ് ഞാൻ ഒരു പൈലറ്റിന്റെ എക്സാമ്പിൾ നേരത്തെ തന്നെ പ്രാക്ടിക്കലും തിയറിറ്റിക്കലുമായ രണ്ട് കാര്യങ്ങളും വേറെ വേറെ തന്നെയാണ്. നമ്മൾ തിയറിറ്റിക്കൽ ആയിട്ട് പഠിക്കുന്ന പല കാര്യങ്ങളും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമ്മളൊരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുമ്പോൾ എന്തായാലും റോബർട്ട് കിയോസാക്കിന്റെ ഡെഫിനേഷൻ അക്കോർഡിംഗ്ലി നമ്മൾ തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളിപ്പോ ഇൻടാഞ്ചിബിൾ അസറ്റിന് ഒരു വാല്യൂ നമ്മൾക്ക് പറയാൻ പറ്റില്ല. ബട്ട് ദെൻ ഈ വാല്യൂ സർട്ടൻ എമൗണ്ട് വരെ ഉള്ളൂ. നമ്മൾ ഈ ഇൻടാഞ്ചിബിൾ വാല്യൂക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ടമാനം പൈസ ഇറക്കണതിന് അർത്ഥമില്ല. നമ്മളിപ്പോ ഒരു വീടിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ബേസിക് റിക്വയർമെന്റ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ റിക്വയർമെന്റ്സും ഫുൾഫിൽ ആയി കഴിഞ്ഞാൽ അതിനും അതിന്റെ ഡിസൈനും കൂട്ടുക, അതിന്റെ ഭംഗി കൂട്ടുക, അല്ലെങ്കിൽ അതിന്റെ പെയിന്റ് അടിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡെഡ് മണിയാണ്. നമുക്ക് പ്രാക്ടിക്കൽ യൂസ് ആണ് ഒരു വീട് കൊണ്ട് വേണ്ടത്. അതിന്റെ മീതെ നമ്മൾ പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പൈസ ഡെഡ് മണി ആയിട്ടേ മാറുള്ളൂ. ഈ ടോപ്പിക് നമ്മൾ സമ്മറൈസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം, നമ്മൾ എന്തൊരു പൈസ എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് അതുകൊണ്ട് സർട്ടൻ എമൗണ്ട് ഓഫ് റിട്ടേൺ വേണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ക്യാമറ വാങ്ങിച്ചു, ആ ക്യാമറ കൊണ്ട് നമ്മൾ അൽമാരയിൽ പൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ഒരു യൂട്ടിലൈസേഷൻ വരുന്നില്ല. അത് ആ ക്യാമറ യൂസ് ചെയ്ത് നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഇന്നൊരു ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ട് ആ ഫോട്ടോ നമുക്ക് വിൽക്കാൻ പറ്റുകയാണ്, അല്ലെങ്കിൽ ആ വീഡിയോ നമുക്ക് യൂട്യൂബിൽ തന്നെ ഇട്ടിട്ട് മോണിറ്റൈസ് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ ക്യാമറന് സർട്ടൻ മോണിറ്റൈസേഷൻ വാല്യൂ കിട്ടുന്നുണ്ട്. പക്ഷെ ആ സെയിം സംഭവം നമ്മൾ അൽമാരയിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ലയബിലിറ്റി ആയി മാറുള്ളൂ. അപ്പൊ എല്ലാ കാര്യത്തിലും, ഏതൊരു കാര്യത്തിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതിനാട്ടിലും മുമ്പേ നമ്മൾ അതിന്റെ പ്രാക്ടിക്കൽ യൂസ് അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് എന്തൊക്കെ ഉപകാരം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഡിസിഷൻ എടുക്കാൻ. അങ്ങനെ എടുക്കുമ്പോൾ തന്നെയാണ് നമുക്കൊരു സക്സസ്ഫുൾ ആയ ഒരു ഇൻവെസ്റ്റർ ആവാൻ പറ്റുള്ളൂ. എന്റെ പ്രീവിയസ് വീഡിയോയിൽ സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഞാൻ മെൻഷൻ ചെയ്ത സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇതും. നമുക്ക് സെൽഫ് സസ്റ്റെയിനിങ് ആയ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് വേണ്ടത്. സെൽഫ് സസ്റ്റെയിനിങ് ആയ
ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വട്ടം നമ്മൾ അതിൽ പൈസ ഇറക്കി കഴിഞ്ഞാൽ ആ ഇറക്കിയ പൈസ തന്നെ ആ സംഭവത്തിനെ ഗ്രോ ചെയ്തെടുക്കണം. സെൽഫ് സസ്റ്റെയിനിങ് ഇൻവെസ്റ്റ്മെന്റ് ഒരു വളരെ കൂൾ എക്സാമ്പിൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെയുണ്ട്. തൃശ്ശൂർ വിയൂർ സെൻട്രൽ ജയിൽ. അവര് സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങി. അവർക്ക് ഇപ്പോൾ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, പച്ചക്കറി വിൽപ്പനയുണ്ട്. അവർ സ്വിഗ്ഗിയും സൊമാറ്റോ ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഫുഡ് ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഈ പറയുന്ന പോലീസുകാർ, ഈ പറയുന്ന ജയിലിലുള്ള അന്തേവാസികൾ, ഈ പറയുന്ന ബിൽഡിംഗ് മെയിൻ്റനൻസ്, ഈ പറയുന്ന അവർക്ക് വേണ്ട പല കാര്യങ്ങളും, കറണ്ട്, അതൊക്കെ പറഞ്ഞിട്ട് സർക്കാരിന് എക്സ്പെൻസസ് മാത്രം വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ ഇത് തിരിച്ച് ഒരു റവന്യൂ വരാൻ തുടങ്ങി. അപ്പൊ പോകെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഫുഡ് അല്ലെങ്കിൽ ഈ പറയുന്ന പെട്രോൾ പമ്പിന് വരുന്ന വരുമാനം കൊണ്ട് മോസ്റ്റ്ലി ഈ പറയുന്ന ജയില് സെൽഫ് സസ്റ്റെയിനിങ് ആയ മോഡലിലേക്ക് മാറുമായിരിക്കും. അപ്പൊ നമ്മൾ ഇതൊരു എക്സാമ്പിൾ ആയിട്ടാണ് കാണേണ്ടത്. ഇതുപോലെ തന്നെയായിരിക്കും നമ്മുടെ എല്ലാ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും. ഞാൻ ഒരു വട്ടം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് എനിക്ക് ഒരു ചെറിയ എമൗണ്ടെങ്കിലും വരുമാനം നമുക്ക് കിട്ടണം എന്ന രീതിയിലായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ എല്ലാ കാര്യത്തിലും നമുക്ക് അത് ചിന്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും റിട്ടേൺ പ്രതീക്ഷിച്ചിട്ടല്ല അവരെ പഠിപ്പിക്കണം. നമ്മൾ അവർക്ക് വിവരം കിട്ടാനും അവരൊരു നല്ല സിറ്റിസണായി മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ പഠിപ്പിക്കണം. നമ്മൾ എന്തെങ്കിലും റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ആ കാര്യത്തിൽ. അതുപോലെയാണ് നമ്മുടെ വീടും ഒരു റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ നമുക്ക് താമസിക്കാൻ നമ്മൾ ചിന്തിച്ച പണിയണ ഒരു വീടാണ്. ബട്ട് ദെൻ അതിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളുടെ വേണ്ട പ്രാക്ടിക്കൽ യൂസിനുള്ള സ്പേസും നമ്മളുടെ പ്രാക്ടിക്കൽ യൂസിന് എങ്ങനെയാണ് വീട് മാക്സിമം കോസ്റ്റ് കട്ടിങ്ങിൽ നമുക്ക് വീട് പണിയാൻ പറ്റുക എന്ന് നമ്മൾ നോക്കി ഗവേഷണം നടത്തി എന്നിട്ട് വേണം ഒരു വീട് വെക്കാൻ. അല്ലാണ്ട് നമ്മൾ കണ്ടമാനം പൈസ അതിൽ ഇറക്കിയിട്ട് നമ്മൾ, കാരണം എന്താ വെച്ചാൽ ഒരു 2-3 വർഷം കൊണ്ട് നമ്മുടെ വീടിന്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ പറയുന്ന കാലത്ത് കണ്ടംപററി ആണെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ വീണ്ടും ട്രഡീഷണൽ ആവും. അപ്പൊ ആ കാലത്ത് നിങ്ങൾ പിന്നെ കണ്ടംപററി ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നും നമുക്ക് ഇനി ട്രഡീഷണൽ ആക്കാന്ന്. അപ്പൊ എന്തായാലും 4-5 വർഷം കൊണ്ട് നമ്മുടെ എല്ലാ ഡിസൈനും മാറും. നമ്മൾ ഒരു വീട് വെക്കുകയാണെങ്കിൽ ഒരു 20 ഇയേഴ്സിന് ഹൊറൈസൺ മാത്രം കണ്ടാൽ മതി. ഈ 20 വർഷം കൊണ്ട് ലോകം മൊത്തം മാറി തിരിഞ്ഞു പോകും. കാരണം എന്താ വെച്ചാൽ കൊറോണ വൈറസ് പോലത്തെ ഒരു വൈറസ് ഒന്നും നമ്മൾ സ്വപ്നം പോലും കണ്ടിട്ടില്ല. അതുപോലത്തെ ഡിഫറെന്റ് ആയ കാര്യങ്ങളാണ് ലോകത്ത് ഇനി നടക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഒരു 20 വർഷത്തേക്ക് വേണ്ടിയിട്ട് 20 വർഷത്തിന്റെ ഹൊറൈസണിൽ ഒരു വീട് പണിയാൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രാക്ടിക്കൽ യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു വീട് പണിയാൻ, എക്സോർബെന്റിൽ പൈസ ഇറക്കാണ്ട് കുറെ അധികം സ്പേസ് ഒന്നും എടുക്കാണ്ട് ഒരു വീട് പണിയാൻ, നമ്മുടെ അധികം സ്പേസിൽ പച്ചക്കറി നട്ട് ആ വീടിന് ഇപ്പൊ നമ്മുടെ വീടിന് വേണ്ട എല്ലാ പച്ചക്കറിയും 10 സെന്റ് സ്ഥലമാണെങ്കിൽ ഈ 10 സെന്റ് സ്ഥലത്തിൽ മൊത്തം ഒരു വീട് വെക്കണതിൽ അർത്ഥമില്ല എന്നാണ് ഈ വീഡിയോന്റെ പൊരുൾ. അപ്പോൾ ഇത്ര തന്നെയായിരുന്നു ഈ വീഡിയോ. ഇനി നിങ്ങൾ നെക്സ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ്, അത് എന്ത് തന്നെ ആവട്ടെ, അത് ചെയ്യുന്നതിനേക്കാളും മുമ്പേ ഈ പറയുന്ന സെൽഫ് സസ്റ്റെയിനിങ് ഇൻവെസ്റ്റ്മെന്റ് ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ തലയിൽ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യും. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുക, അറിയാത്ത ആൾക്കാരുടെ അടുത്ത് ഈ വീഡിയോന്, ഈ ചാനലിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ പക്ക ഒരു ഇൻവെസ്റ്റിംഗ് ചാനലാണ്. നമ്മൾ കുറെ ഐഡിയാസും സജഷൻസും തരുന്ന ഒരു യൂട്യൂബ് ചാനലായി മാറാനുള്ള ശ്രമത്തിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡു ടെൽ യുവർ ഫ്രണ്ട്സ് ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഹലോ ഓൾ, ഇത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിന്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഇതിന് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്ത വിത്ത് എക്സാമ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്ത ഇതിന് മുമ്പത്തെ വീഡിയോ നിങ്ങൾ ഷുവറായിട്ട് കാണാം. ഇതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ക്വയറീസ് ഉണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ കമൻറ്റിൽ നിങ്ങൾ ഇടുകയാണെങ്കിൽ അത് ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത് തരാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ, ഓപ്ഷൻ ആസ് വേർഡ് സജസ്റ്റ്, ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രാറ്റജീസ് ഉണ്ടാക്കുമ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ഡെറിവേറ്റീവിൽ തന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ എൻ്റെ ഫേവറേറ്റ് ഓപ്ഷൻസ് ആണ്. കാരണം ഫ്യൂച്ചറിനെക്കാട്ടിലും കുറച്ച് റിസ്ക് ലോക്ക്ഡ് ആണ് എന്ന് പറയാം. ലോക്ക്ഡ് ആണ് റിസ്ക് ലിമിറ്റഡ് ആണ്, പ്രോഫിറ്റ് ഇസ് അൺലിമിറ്റഡ്. ബട്ട് ദെൻ റിസ്ക് സർട്ടൻ എമൗണ്ട് ഇച്ചിരി കൂടുതലുമാണ്. ഓക്കെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഓപ്ഷനിൽ 2 സെക്ഷൻസ് ഉണ്ട്, കോൾ ആൻഡ് പുട്ട്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. എൻ്റെ പേര് അജീഷ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെല്ലാം ഞാൻ വെൽക്കം ചെയ്യാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഓപ്ഷൻസ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ഓപ്ഷൻ. ഓക്കെ, ഓപ്ഷനിൽ 2 സെക്ഷൻസ് ഉണ്ട്, കോൾ ആൻഡ് പുട്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഓൾറെഡി FNO ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇതിനൊരു എക്സാമ്പിൾ, ഒരു വളരെ ഈസി എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ബൈക്ക് വാങ്ങിക്കാൻ പോവുകയാണ്. ഓക്കെ, ബൈക്ക് ഒരു ബുള്ളറ്റ്, ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റാണ്. ഓക്കെ, നിങ്ങളൊരു ഷോറൂമിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു മാറ്റ് ബ്ലാക്ക് ബുള്ളറ്റാണ്. ഓക്കെ,
അപ്പോൾ നിങ്ങൾ പോയി പറഞ്ഞു എനിക്ക് മാറ്റ് ബ്ലാക്ക് ബുള്ളറ്റ് വേണം, അതിൻ്റെ ഒരു മേ ബി അതിൻ്റെ ഒരു കോസ്റ്റ് 1 lakh ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഷോറൂം മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മാറ്റ് ബ്ലാക്കിൽ റോയൽ എൻഫീൽഡ് 500cc വണ്ടി വേണം, അതിൻ്റെ ഈ പറഞ്ഞ സ്പെസിഫിക്കേഷനിൽ വേണം. അപ്പോൾ ഷോറൂം മാനേജർ ആളുടെ സ്റ്റോക്കൊക്കെ നോക്കിയിട്ട് പറഞ്ഞു സർ ഈ പറഞ്ഞ സ്പെസിഫിക്കേഷനിൽ വണ്ടി ഉണ്ട്, ബട്ട് ദെൻ ഈ കളറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഈ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് കിട്ടും. മേ ബി നിങ്ങൾ മാർച്ച് ഏപ്രിലൊക്കെയാണ് ബുക്ക് ചെയ്യുന്നത്, കാരണം ആ സമയത്താണല്ലോ റൂട്ട് ടാക്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ട് വരും മോസ്റ്റ്ലി. അപ്പോൾ നെക്സ്റ്റ് മന്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. ബട്ട് ദെൻ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ GST കൂടും എന്നാണ് നിങ്ങളുടെ ഒരു ഊഹാപോഹം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ന്യൂസിൽ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടാവും ഗവൺമെൻറ് ഇസ് ഗോയിങ് ടു റേസ് ദി GST ടാക്സ് പെർസെൻറ്റേജ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു GST കൂടാൻ പോവാണ്, ഇറ്റ് വിൽ ബി എ ലോസ് ഫോർ മീ. അപ്പോൾ ഷോറൂം മാനേജർ പറഞ്ഞു സാർ ഒരു കാര്യം ചെയ്യാം, ഇന്ന് ഒരു 10,000 rupees തന്നിട്ട് നമുക്ക് വണ്ടി ബുക്ക് ചെയ്യാം. അപ്പോൾ ഈ ബുക്കിംഗ് ഇന്നത്തെ ആയതുകൊണ്ട് ഇന്നത്തെ തന്നെ ഈ ഡേറ്റിലത്തെ GST ആണ് ആപ്ലിക്കബിൾ ആവുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഓക്കെ ഫൈൻ. ഇപ്പോൾ ഷോറൂം മാനേജർ പറയും ഇത് ഇൻക്ലൂഡഡ് ആണ് ദാറ്റ് ഈ ആ പറഞ്ഞ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് വരുമ്പോൾ കൂടിയും ഈവൻ GST കൂടിയാൽ കൂടിയും ഇന്നത്തെ ഡേറ്റിലത്തെ GST തന്നെ ആപ്ലിക്കബിൾ ആവുള്ളൂ. ദാറ്റ്സ് എ ഗുഡ് ചോയ്സ് ബി അല്ലേ. അപ്പോൾ നമ്മൾ ഒരു 10,000 കൊടുത്തു, വണ്ടി ബുക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് മന്ത് ആയപ്പോൾ നിങ്ങളുടെ വണ്ടി സ്റ്റോക്കിലായി. അപ്പോൾ പക്ഷേ GSTയിലുണ്ടായ എഫക്റ്റ് എന്താ വെച്ചാൽ GST കൂടുന്നതിനാട്ടിലും പകരം അത് ഇടിയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 1 lakh വണ്ടി ഇപ്പോൾ 80,000 ആയി. ഓക്കെ, GSTൻ്റെ ടാക്സ് റേറ്റ് കുറഞ്ഞു. അത് ഒരിക്കലും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല, ബട്ട് ദെൻ അത് കുറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോയി ഈ പറയുന്ന ഷോറൂമിൽ പോയി. അപ്പോൾ ഷോറൂം മാനേജറിൻ്റെ അടുത്തുള്ള എഗ്രിമെൻറ്റ് നിങ്ങളായിട്ട് എന്താ വെച്ചാൽ എന്ത് തന്നെ ആയാലും ഈ പറഞ്ഞ സെയിം എമൗണ്ടിനാണല്ലോ നിങ്ങൾ വണ്ടി വാങ്ങിക്കുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി 10,000 കൊടുത്തു, ഇനിയിപ്പോൾ ഒരു 90,000 കൂടി കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടുകയുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് 1 lakh rupees നിങ്ങൾ കൊടുക്കണം, പക്ഷേ റിയൽ പ്രൈസ് 80,000 ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ഈ പറഞ്ഞ എമൗണ്ട് നിങ്ങൾ മറന്നിട്ട് ഈ പറഞ്ഞ വണ്ടി ഇന്നത്തെ ഡേറ്റിലത്തെ എത്ര ക്യാഷാണ് അത് കൊടുത്തിട്ട് വാങ്ങിക്കുന്നതിൽ ബുദ്ധി, അല്ലെങ്കിൽ അതല്ലേ കറക്റ്റ് ഡിസിഷൻ. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു 10,000 എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ബേസിക്കലി അതിൽ ഈ പറഞ്ഞ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മളെല്ലാവരും ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മൾ കൊടുത്ത ബുക്കിംഗ് എമൗണ്ട് മറന്നിട്ട് നമ്മൾ ഇന്നത്തെ റേറ്റിൽ എന്ത് കിട്ടണം എന്നാൽ മാത്രമാണ് നമുക്കത് ലാഭമുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെയാണ് സംഭവം, അതുപോലെ തന്നെയാണ് ഓപ്ഷൻസിൽ നമ്മൾ ഈ പറയുന്ന 10,000 നമ്മളുടെ പ്രീമിയമാണ്. ഓക്കെ, സെയിം എക്സാമ്പിൾ നമുക്ക് ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിൽ നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം. ഓക്കെ, നിങ്ങൾ ബൈക്കിന് പകരം ഒരു സ്റ്റോക്കും നിങ്ങൾ ബുക്കിംഗ് കൊടുത്ത എമൗണ്ട് പ്രീമിയം ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഒരു വലിയ കോൺട്രാക്ട് കിട്ടാൻ പോകും ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ. ഓക്കെ, അപ്പോൾ ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ വലിയ കോൺട്രാക്ട് കിട്ടാൻ പോകുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഇന്നത്തെ സ്റ്റോക്ക് വാല്യൂ 1,000 rupees ആണ്. ഓക്കെ, അപ്പോൾ ഈ ഓർഡർ അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോക്ക് വാല്യൂ മേ ബി 200 രൂപയാവും, 2,000 രൂപയാവും. ഓക്കെ, ഇരട്ടിക്കാം. ഓക്കെ, ബട്ട് യു ഹാവ് സർട്ടൺ ഡൗട്ട് ദറ്റ് ഈ പറയുന്ന ഓർഡറിന് ഈ പറയുന്ന ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ ഓർഡറിന് വേറെ 2-3 ഷിപ്പ് യാർഡ്സ് ബിഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മെസ്ഗോൺ ആൻഡ് വിശാഖപട്ടണം അവരൊക്കെ ഈ സെയിം ഷിപ്പ് ബിൽഡിംഗ് കോൺട്രാക്ടിന് ബിഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങാനും ഇവർക്ക് കിട്ടിയില്ലെങ്കിൽ ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അപ്പോൾ ഈ 1000 രൂപയിലെ സ്റ്റോക്ക് ചിലപ്പോൾ 500 രൂപയാവും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ എനിക്ക് ആ സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുള്ള റിസ്ക് എടുക്കാണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഓപ്ഷൻസ് വാങ്ങിക്കാനാണ്. ഓപ്ഷൻസിലാണെങ്കിൽ ഒരു ഓപ്ഷൻ സെല്ലർ ഉണ്ടാവും, ഒരു ഓപ്ഷൻ ബയർ ഉണ്ടാവും. ഏതെങ്കിലും ഒരാൾ സെൽ ചെയ്താൽ മാത്രമാണല്ലോ നമുക്ക് ബൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സ്റ്റോക്ക് ഒരാളുടെ കയ്യിലുണ്ടാവും. ഓക്കെ, ഓപ്ഷൻ സെല്ലർ ആൻഡ് നമ്മൾ ഓപ്ഷൻ ബയറാണ്. അപ്പം ഞാൻ ഒരു എഗ്രിമെൻ്റ് ആണ് പറയാൻ പറ്റുള്ളൂ, കോൺട്രാക്ട് പറയാൻ പറ്റില്ല. എഗ്രിമെൻറ്റിലാണ് ഈ ഓപ്ഷൻ സെല്ലറായിട്ട് ദാറ്റ് എനിക്ക് ഇത്രാം തീയതി ഈ ബിഡിങ് കഴിഞ്ഞിട്ട് എനിക്ക് ഈ പറയുന്ന സ്റ്റോക്ക് എനിക്ക് 1000 രൂപയ്ക്ക് മിനിമം തരേണ്ടി വരും എന്ന് ഞാൻ പറയണം. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻ സെല്ലർ പറഞ്ഞു ഓക്കെ ഫൈൻ, നോ മാറ്റർ വാട്ട് ഈസ് എ കണ്ടീഷൻ, ബിഡ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സ്റ്റോക്ക് തരാം. ബട്ട് അതിന് നിങ്ങളൊരു ചെറിയ എമൗണ്ട് പ്രീമിയം തരേണ്ടി വരും. ആ ബുക്കിംഗ് എമൗണ്ട് നമ്മൾ വണ്ടി ബുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച സെയിം എമൗണ്ട് ഇവിടെ പ്രീമിയമാണ്. അപ്പോൾ ഈ പ്രീമിയം എമൗണ്ട് വന്നിട്ട് 200 രൂപയാണ്. അപ്പോൾ 200 രൂപ നമ്മൾ അപ്പ് ഫ്രണ്ട്ലി കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ബിഡിങ് നടന്നിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഈ പറയുന്ന ഓർഡർ കിട്ടിയില്ല. ഓക്കെ, ഓർഡർ കിട്ടിയില്ല, വിചാരിച്ച പോലെ തന്നെ 1000 രൂപ ഉണ്ടായിരുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സ്റ്റോക്ക് 500 രൂപയായി. ഓക്കെ, അപ്പോൾ നിങ്ങൾ 1000 രൂപയ്ക്ക് വാങ്ങിക്കാൻ ഉദ്ദേശിച്ച സെയിം സ്റ്റോക്ക് 500 രൂപയായിട്ട് കുറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ ഇപ്പോൾ നിങ്ങൾ അതിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ശരിക്കും ഹാഫായി. അവിടെ നിങ്ങൾക്ക് 500 രൂപ ലാഭം, റൈറ്റ്? ഓക്കെ, ഇനി നിങ്ങൾക്കത് വാങ്ങിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ആ ഒരു എഗ്രിമെൻറ്റിലാണല്ലോ നിങ്ങൾ നിൽക്കണേ. ബട്ട് സിൻസ് ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രാക്ട്, നിങ്ങളത് വാങ്ങിക്കണം എന്ന് നിർബന്ധമില്ല. അത് സെയിം നമ്മൾ വണ്ടി വാങ്ങിക്കാൻ പോയ പോലെ സെയിം തന്നെ നമ്മളിപ്പോൾ 200 രൂപ കൊടുത്തു, നമ്മൾ 200 രൂപയിൽ നമുക്ക് ഈ ഓർഡർ മറക്കാം.
ഓക്കെ, ഇതാണ് ബേസിക് ഡിഫറൻറ്റ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ. ഫ്യൂച്ചർ ഒരു കോൺട്രാക്റ്റ് ആണ്, ഓപ്ഷൻ ഒരു കോൺട്രാക്റ്റ് അല്ല. ഓപ്ഷനിൽ നിങ്ങൾ പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ PR സുന്ദർ, ദ ഫേമസ് ഓപ്ഷൻ സെല്ലർ, ആൾ പറഞ്ഞ പോലെ if you trade in future you don't have any future, if you trade in options you will have n number of options. ഓക്കെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അത് ആക്ച്വലി ലോസ് നമുക്ക് ഭയങ്കരമായിട്ട് റിസ്ട്രെയിൻ ചെയ്യാൻ നമുക്ക് 500 രൂപേൻ്റെ ലോസ് നമുക്ക് 200 രൂപേൻ്റെ ലോസ് ഉണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇത് കിടിലൻ സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ കിടിലൻ പ്രൊഡക്റ്റ് ആണല്ലോ, ഈ ഓപ്ഷൻ വളരെ വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ. കറക്റ്റാണ്, റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇനിയിപ്പോൾ സെയിം ഓർഡർ നിങ്ങൾ കൊച്ചിൻ ഷിപ്പ്യാർഡിന് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടിയും കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വാല്യൂ ഒക്കെ കൂടി 2000 രൂപ കൂടി, റൈറ്റ്? അപ്പോൾ നിങ്ങൾ ആ സ്റ്റോക്കിന് 1000 രൂപയ്ക്ക് വാങ്ങിക്കേണ്ടി വന്നു. നേരത്തെ 200 രൂപയും കൊടുത്തിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ 1200 രൂപ നിങ്ങൾ കൊടുത്തിട്ടാണ് 2000 രൂപേൻ്റെ ഷെയർ വാങ്ങിക്കണത്. ഓക്കെ, അപ്പോൾ ആകെ കൂടി നിങ്ങൾക്ക് ലാഭം 800 രൂപയേ ഉള്ളൂ. നിങ്ങൾക്ക് 1000 രൂപ ലാഭം കിട്ടേണ്ടടുത്ത് 800 രൂപയെ കിട്ടുള്ളൂ. അപ്പോൾ യുവർ പ്രോഫിറ്റ് ഈസ് ഓൾസോ ലിമിറ്റഡ്. മനസ്സിലായില്ലേ? ഇതാണ് ഇതിൻ്റെ ഒരു ക്യാച്ച്. ഇതിൻ്റെ ഒരു ബേസിക് ഒരു എന്താ പറയുക, ഒരു ലോക്ക് ഇതാണ്. ലിമിറ്റഡ് ലോസ് ആണെങ്കിൽ പ്രോഫിറ്റും ലിമിറ്റഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഓപ്ഷൻസിനെ കുറിച്ചൊരു ബേസിക് പിക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കി, എക്സാമ്പിൾസ് ഒക്കെ കണ്ടു, ഒരു ലൈറ്റ് ക്ലാരിറ്റി ഒക്കെ വന്നു. ഇനി ഈ ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ, FNO ട്രേഡ് ചെയ്യുമ്പോൾ CE, PE ഇതൊക്കെ എന്താണൊക്കെ ആയിരിക്കും ഇനി നെക്സ്റ്റ് വരുന്ന ഡൗട്ട്. ഓക്കെ, CE, PE. CEനെയാണ് നമ്മൾ കോൾ ഉദ്ദേശിക്കുന്നത്, PE എന്ന് പുട്ട്. ഓക്കെ, കോൾ നമ്മൾ എപ്പോഴാണ് വാങ്ങിക്കുക എന്ന് മനസ്സിലാക്കുക ആദ്യം. ഇപ്പോൾ ഞാൻ നേരത്തെ തന്നെ എക്സാമ്പിൾ പോലെ തന്നെ, ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ 1000 2000 പോകും. 2000 പോകുമ്പോൾ നമ്മളതിൻ്റെ CE ആണ് വാങ്ങിക്കുക. വെനെവർ സ്റ്റോക്ക് മൂവ്സ് അപ്പ് അതിൻ്റെ CE വാങ്ങിക്കും. വെനെവർ സ്റ്റോക്ക് ഗോസ് ഡൗൺ, അപ്പോൾ ആ സെയിം കോൺട്രാക്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിന് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ അത് ഇടിയൂലും. അപ്പോൾ നമ്മൾ അതിൻ്റെ PE എന്നാണ് വാങ്ങിക്കുക. CE ആയാലും ഇപ്പോൾ കോൾ ആയാലും പുട്ടായാലും അതിലൊരു ബയർ ഒരു സെല്ലർ ഉണ്ടാവും. രണ്ടിലും ഒരു സ്റ്റോക്ക് വാങ്ങിക്കുന്ന പോലെ തന്നെ ബൈ ആൻഡ് സെല്ലിൻ്റെ ഓപ്ഷൻ രണ്ടിലും ഉണ്ടാവും. ഓക്കെ, നമ്മൾ ബൈ ചെയ്യുമ്പോൾ വാങ്ങിക്കുന്ന ആളാണ് ഓപ്ഷൻ റൈറ്റർ. ഓക്കെ, നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ വാങ്ങിക്കുന്ന ആളാണ് ഓപ്ഷൻ റൈറ്റർ. രണ്ടും ഒരേ ആൾ തന്നെയാണ്. അവരുടെ ഓപ്ഷൻ റൈറ്റർ അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലർ എന്ന് പറയും. നമ്മൾ എന്ത് ചെയ്യണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളാണ് ഓപ്ഷൻ സെല്ലർ. നമ്മൾ ബൈ ചെയ്യുമ്പോൾ അവർ സെല്ല് ചെയ്യുമ്പോൾ അവർ സെല്ല് ചെയ്താൽ നമുക്ക് ബൈ ചെയ്യാം. നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ അവർ തന്നെ ആയിരിക്കും അത് ബൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് പിക്ചർ. നമ്മൾ എപ്പോഴാണ് ഒരു CE വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഒരു PE വാങ്ങിക്കുന്നത്, ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് പിക്ചർ. ഓക്കെ, ഇപ്പോൾ നമുക്ക് CE ആൻഡ് PEനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടി. നമ്മൾ CE എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ PE എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്കൊരു ക്ലാരിറ്റി കിട്ടി. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറഞ്ഞുതരാം. ഓപ്ഷൻ സെല്ലർ ആൻഡ് ഓപ്ഷൻ ബയർ, ഓപ്ഷൻ സെല്ലറിന് ഓപ്ഷൻ റൈറ്ററും എന്നും പറയും. ഇവർ രണ്ടുപേരും ഒന്നാണ്. ആൻഡ് ഓപ്ഷൻ ബയർ, ഇവർ രണ്ടുപേരും ഇൻവോൾവ് ആണ് ഒരു ഓപ്ഷൻ ട്രേഡിംഗ് നടക്കുന്നതിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, വിന്നിങ് റേഷ്യോ അല്ലെങ്കിൽ ട്രേഡ് എക്സാക്റ്റ് ആവാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഓപ്ഷൻ സെല്ലറിൻ്റെ കയ്യിലാണുള്ള, ഓപ്ഷൻ ബയറിൻ്റെ കയ്യിൽ ഒരിക്കലല്ല. ദി എക്സാക്ട് റേഷ്യോ അല്ലെങ്കിൽ എക്സാക്ട് പെർസെൻറ്റേജ് വന്നിട്ട് 75% ചാൻസ് ദാറ്റ് ഓപ്ഷൻ സെല്ലർ വിൽ വിൻ ആൻഡ് 25% ചാൻസ് ഈസ് ഓൺലി ഫോർ ഓപ്ഷൻ ബയേഴ്സ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ദർ ഈസ് എ കോൺസെപ്റ്റ് കോൾഡ് ടൈം ഡിക്കേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇന്ന് നിങ്ങളൊരു ഓപ്ഷൻ്റെ കോൾ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ്റെ പുട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ വിതിൻ എ മന്ത് അതിൻ്റെ എക്സ്പയറി ഉണ്ട്. വീക്ക്ലി എക്സ്പയറി ഉണ്ട്, മന്ത്ലി എക്സ്പയറി ഒക്കെ ഉണ്ട്. അതിൻ്റെ എക്സ്പയറി ഡേ ആകുമ്പോഴത്തേക്കും അത് മോസ്റ്റ്ലി 0 മാറും. അത് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാല്യൂ ഓൾറെഡി അത് റിഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, കുറേ കൂടി അഡ്വാൻസ്ഡ് ആയ ഒരു വേർഷനാണ്. ബട്ട് ദെൻ ബേസിക്കലി ഇപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ CE, PE അല്ലെങ്കിൽ ഒരു ബേസിക് ക്ലാരിറ്റി കിട്ടാൻ ഓപ്ഷൻസിന് ഈ ഇത്രയും തന്നെ മതിയാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടൈം ഡിക്കേ എന്ന് പറയുന്ന വേറൊരു കോൺസെപ്റ്റും ഇതിലുണ്ട്. ബട്ട് അത് നിങ്ങൾ സ്ലോലി വെൻ യു ഗെറ്റ് ഇൻ ടു ദ മാർക്കറ്റ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു വലിയ ക്ലാരിറ്റി കിട്ടാൻ തുടങ്ങും. സ്റ്റിൽ ഇഫ് യു ഹാവ് എനി ക്വറി ആൻഡ് ഡൗട്ട് ഡു കമൻറ്റ്. ആൻഡ് പിന്നെ എല്ലാ തവണയും ഇപ്പോൾ ഇതിന് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ടെൽ യുവർ ഫ്രണ്ട്സ് ടു ഗെറ്റ് ഇറ്റ്. അപ്പോൾ ഈ ജേർണി നമ്മൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഇനി നെക്സ്റ്റ് ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഒരു ഫുൾ കോഴ്സാണ്, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് ആസ് വെൽ. അതിൻ്റെ കൂടെ തന്നെ ഫണ്ടമെൻ്റൽ അനാലിസിസും ഞാൻ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കാം. ആൻഡ് ടു സപ്പോർട്ട് ഇതുവരെ കണ്ടെങ്കിൽ താങ്ക്സ് എ ലോട്ട്. വോൺ ബഫറ്റ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്നാണ്. ഞാൻ എൻ്റെ പ്രീവിയസ് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 2003 ഒരു കോൺഫറൻസിലാണ് അങ്ങേര് അത് പറഞ്ഞത്. അത് എന്തുകൊണ്ടായിരിക്കും എന്ന് നമ്മൾ ഇന്ന് നോക്കാൻ പോവുകയാണ്. ഇത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൻ്റെ 3ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഇത്രയും ഡേഞ്ചറസ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത് ഭയങ്കര നമ്മൾ ഫുൾ ക്യാപിറ്റൽ ഇറോഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഫുൾ ലോസ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ജേർണി അന്ന് തന്നെ നിർത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നു എന്ന് നമ്മൾ ഇന്ന് നോക്കാൻ പോകണം. എന്തുകൊണ്ടാണ് ആൾക്കാർ അതിനെ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹലോ ഓൾ,
എൻ്റെ പേര് രാജേഷ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ വെൽക്കം ചെയ്യണം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് എന്തുകൊണ്ടാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഇത്രയും ഡേഞ്ചറായിട്ട് ഡിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എപ്പോഴും ഇൻഡിവിജ്വലായിട്ടല്ല ട്രേഡ് ചെയ്തപ്പെടുക, അതൊരു ലോട്ടിലാണ് ട്രേഡ് ചെയ്തപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബ്രോക്കർ ഹൗസസ് ഈ പറയുന്ന ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ ഇഷ്ടംപോലെ ലെവറേജും കൊടുക്കും. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന രണ്ട് ടോപ്പിക്കിൻ്റെ പേരാണ് ലോട്ട് ആൻഡ് ലെവറേജ്. ഓക്കെ, ലോട്ടും ലെവറേജുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വില്ലൻ. ഓക്കെ, എന്തുകൊണ്ടാണ് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം ലെവറേജ് നോക്കാം. ഫോർ എക്സാമ്പിൾ കൊച്ചിൻ ഷിപ്പ്യാർഡ്, നമ്മളെല്ലാം എക്സാമ്പിൾസ് നോക്കിയിട്ട് ചെയ്യുന്ന പോലെ ഇതും ഒരു എക്സാമ്പിളായിട്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു സ്റ്റോക്ക്, ഓക്കെ, അതിൻ്റെ വാല്യൂ 1000 rupees. ഓക്കെ, നേരത്തെ തന്നെ എക്സാമ്പിൾ പോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഒരു വലിയ ഓർഡർ കിട്ടാൻ പോവുകയാണ്. അപ്പോൾ യു ആർ എക്സ്പെക്ടിങ് സം അപ്പ് മൂവ്മെൻറ്റ് ഇൻ ദ സ്റ്റോക്ക്. ഓക്കെ, നിങ്ങളുടെ അടുത്തുള്ള ക്യാപിറ്റൽ 10,000 rupees ഉള്ളൂ. ഓക്കെ, ആകെ കൂടി 10,000 രൂപയുള്ളൂ. അപ്പോൾ 1000 രൂപേൻ്റെ ഒരു സ്റ്റോക്കാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. അപ്പോൾ അതിൻ്റെ 10 സ്റ്റോക്സ് നിങ്ങൾ വാങ്ങിച്ചു. ഇറ്റ് മൂവ് സം 100 points, 100 രൂപ കൂടി. അപ്പോൾ നിങ്ങൾക്ക് ലാഭം 1000 രൂപ, റൈറ്റ്? 1000 രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടി. അത് മേ ബി ഇറ്റ് ടുക്ക് 1 or 2 days അല്ലെങ്കിൽ 3 days ഒക്കെ എടുത്തു. അത് അങ്ങനെ കയറി 1000 രൂപ നമുക്ക് ലാഭം കിട്ടി. സെയിം. ഇനി നമ്മളിത് ഈ സെയിം എക്സാമ്പിൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ നോക്കാൻ പോവുകയാണ്. ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഫ്യൂച്ചർ ഉണ്ടോ എന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല, ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നു. ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ അത് ഒരു ലോട്ടിലാണ് ട്രേഡ് ചെയ്തപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒരെണ്ണോ രണ്ടെണ്ണോ ആയിട്ട് നമുക്ക് ബൈ ചെയ്യാൻ പറ്റില്ല. അത് ബൈ ചെയ്യണമെങ്കിൽ 100 എണ്ണം, ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലോട്ടിൽ 100, 200, 500. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിലയൻസിൻ്റെ ഒരു ലോട്ടിൽ 550 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ 550 എന്ന് പറഞ്ഞാൽ ഈ 2113 രൂപ ഇൻറ്റു 550 ആണ്. അതാണ് അതിൻ്റെ ക്യാപിറ്റൽ റിക്വയർഡ് ടു ട്രേഡ് ഇൻ ഫ്യൂച്ചർ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ കേസിൽ 100 എണ്ണം ഒരു ലോട്ടിൽ ഒരു 100 എണ്ണം ഉണ്ടെന്ന് വെക്കാം. 100 എണ്ണം ഇൻറ്റു 1000, അപ്പോൾ ഓൾമോസ്റ്റ് 1 lakh rupees ആണ് നമുക്ക് ഫ്യൂച്ചറിൻ്റെ ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്യാൻ വേണ്ട ക്യാപിറ്റൽ. ഓക്കെ, പക്ഷേ ഇവിടെയാണ് ബ്രോക്കർ ഹൗസ് ഇൻ്റർഫിയർ ചെയ്യുന്നത്. അവരുടെ അൺലിമിറ്റഡ് ആയ സോഴ്സ് ഓഫ് മണി നിങ്ങൾക്ക് കാഴ്ചവെക്കുകയാണ്. ഓക്കെ, നിങ്ങൾ അതിന് കുറച്ച് എമൗണ്ട് ലെവറേജ് എടുക്കണം. അപ്പോൾ ശരിക്കും ഓൾമോസ്റ്റ് എല്ലാ ബ്രോക്കർ ഹൗസിലും 10 to 20 അല്ലെങ്കിൽ മാക്സിമം 30 or 40% നിങ്ങളുടെ അടുത്ത് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിൻ്റെ 10 times അല്ലെങ്കിൽ 8 times അവർ നമുക്ക് ലെവറേജ് തരും. ആ ലെവറേജ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ 10,000, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 10% കൺസിഡർ ചെയ്യും. 1 lakhൻ്റെ 10% ആണ് 10,000. ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ക്യാപിറ്റൽ 10,000. 10,000 നിങ്ങൾക്ക് ബ്രോക്കർ ഹൗസ് ബാക്കി 10 times നിങ്ങൾക്ക് ലെവറേജും തന്നു. ഓക്കെ, അപ്പോൾ 1 lakh rupees. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൻ്റെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഫ്യൂച്ചറിൻ്റെ ഒരു ലോട്ട് വാങ്ങിക്കാം. നിങ്ങളത് വാങ്ങിച്ചു. ഓക്കെ, സെയിം മൂവ്മെൻറ്റ് ഈ പറഞ്ഞ സെയിം സ്റ്റോക്കിലുണ്ട്. സ്റ്റോക്കിൻ്റെ ഒരു മിറർ ഇമേജ് ആണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്. ഞാൻ പറഞ്ഞ പോലെ അണ്ടർലൈൻ എസെറ്റ് ആണല്ലോ സ്റ്റോക്ക് എങ്ങനെ മൂവ് ചെയ്യുമോ അതുപോലെ തന്നെയാണ് ഫ്യൂച്ചറും ഓപ്ഷൻസ് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ സെയിം കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സ്റ്റോക്ക് 1000-ന് 1100 ആയിന്ന് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഫ്യൂച്ചറിൻ്റെയും ആ സെയിം ലോട്ട് 1000-ന് 1100 ആവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ലാഭമാണ്. ഇവിടെ നിങ്ങൾക്ക് 1000 രൂപ ലാഭം ഉണ്ടാകുമ്പോൾ അവിടെ നിങ്ങൾക്ക് 10,000 രൂപയാണ് ഒരു ഒറ്റയടിക്ക് ലാഭം ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഈ സെയിം മൂവ്മെൻറ്റിൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് ഫ്യൂച്ചറിൽ 10,000, ഇവിടെ കിട്ടാൻ പോകുന്ന 1000 രൂപയാണ്. അപ്പോൾ ഈ സെയിം സംഭവം, ഈ സെയിം ഗ്രീഡിനെസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസ്റ്റൻറ്റ് ക്യാഷ് അല്ലെങ്കിൽ നമ്മളുടെ മില്ലേനിയൽ ജനറേഷനിൽ പറയുന്ന ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന പോലെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ റിസ്ക് എടുക്കുന്നത്. പക്ഷേ ഇതിലൊരു ക്യാച്ച് വേറെ. ആ ക്യാച്ച് ഇപ്പോൾ നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് യൂസറാണെന്ന് വയ്ക്കാം. ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ അതിനൊരു വീഡിയോ ഫ്യൂച്ചറിൽ ഇടുന്നു. ഡു ചെക്ക് ദാറ്റ് ഓൾസോ പ്ലീസ്. അപ്പോൾ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് യൂസർ എന്ന് വയ്ക്കാം. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ബ്രോക്കർ ഹൗസിനായിട്ട് അടുത്ത് ക്യാപിറ്റൽ ഉണ്ട്. ഈ ക്യാപിറ്റൽ അവർ നിങ്ങൾക്ക് തരും. ഈ ക്യാപിറ്റൽ പക്ഷേ സെർട്ടൺ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. അത് ഡിപ്പെൻഡിങ് ഫ്രം ബ്രോക്കർ ടു ബ്രോക്കർ ഹൗസ് ടു ബ്രോക്കർ ഹൗസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്യാപിറ്റൽ യൂസ് ചെയ്യുമ്പോൾ അവർ നമുക്ക് വെറുതെ ക്യാപിറ്റൽ തരില്ല. അവർ ആ ക്യാപിറ്റലിന് ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് ചാർജ് ചെയ്യും. നമുക്ക് ലോൺ കിട്ടുന്ന പോലെയാണ് ആ ക്യാപിറ്റൽ. അപ്പോൾ ആൾക്കാർ ഈ ക്യാപിറ്റലിന് ഈ ഇൻട്രസ്റ്റും പേ ചെയ്തിട്ട് ഇത്രയും വലിയ റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകണത്. ഓക്കെ, ലെവറേജ് എന്ന് പറയുമ്പോൾ ശരിക്കും കടം എന്നാണ്. കടം വാങ്ങിച്ച കാശാണ് ലെവറേജ്. ഓക്കെ, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഒരിക്കലും ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ചെയ്തിട്ട് അവരുടെ ഡിമാറ്റ് അക്കൗണ്ട് 0 അല്ലെങ്കിൽ നെഗറ്റീവിലേക്ക് പോയി ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു 10,000 രൂപ പ്രോഫിറ്റ് കിട്ടി. സെയിം ഇവിടെ 1000 രൂപ സ്റ്റോക്ക്, അത് നിങ്ങൾ ഇക്വിറ്റീസിലായിരുന്നെങ്കിൽ 1000 രൂപ കിട്ടിയതിന് പകരം ഇവിടെ നിങ്ങൾക്ക് 10,000 രൂപ പ്രോഫിറ്റ് കിട്ടി. ഇതിപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച സെയിം ഡയറക്ഷനിലേക്ക് പോയത് കൊണ്ടാണ്, റൈറ്റ്? ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് അല്ലെങ്കിൽ ഇതിന് വൈസ് വേഴ്സ സിറ്റുവേഷൻ നോക്കാം. 1000 രൂപ ആ പറയുന്ന കോൺട്രാക്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിന് കിട്ടിയില്ല. 1000 രൂപേൻ്റെ സ്റ്റോക്കിനകത്ത് 900 രൂപയായി. അപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ഈ പറയുന്ന സെയിം റിപ്ലിക്ക തന്നെ ആയിരിക്കും ഫ്യൂച്ചറിൽ, അല്ലേ? അപ്പോൾ അവിടെയും ഒരു 100 രൂപ ഇടിഞ്ഞു. 100 രൂപ ഇൻറ്റു 100 ആണ്. അവിടെ 10,000 പോയി. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ലോസ്, പ്രോഫിറ്റ് 10,000 ആണെങ്കിൽ അങ്ങനെ ഒരു 100 രൂപ കുറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും തന്നെ ലോസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ നെഗറ്റീവായി, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ നെഗറ്റീവ് അല്ല, നിങ്ങളുടെ ക്യാപിറ്റൽ 0 ആയി എന്നാണ് ഇതിൻ്റെ സത്യാവസ്ഥ.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടുമെങ്കിൽ കൂടിയും അത് അത്രയും വോളട്ടൈലും അത്രയും ഡേഞ്ചറസ് ആണ്. അത് കയറുന്നതിനനുസരിച്ച് ഇടിയും ചെയ്യും, ഇടിയുമ്പോൾ നമുക്ക് അത്രയും നഷ്ടവും വരും. ഇത്രയും തന്നെയായിരുന്നു ലെവറേജിൻ്റെ ഒരു പോർഷൻ. ഓക്കെ, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോട്ടിനെ കുറിച്ചാണ്. ലോട്ട് എന്ന് പറയുമ്പോൾ 100, 500, 200, 300 അത് സ്റ്റോക്ക് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇത് ആക്ച്വലി നമ്മൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ലോട്ടിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ടാണ് മേജർലി നമുക്ക് ഇത്രയും ഇഷ്യൂസ് വരുന്നത്, അല്ലെങ്കിൽ ഇത്രയും പ്രോബ്ലംസ് വരുന്നത്. ലോട്ട് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് മേ ബി നമ്മുടെ ലോസസ് ഒന്ന് കുറയ്ക്കാനെങ്കിലും പറ്റിയത്, റൈറ്റ്? ഓക്കെ, അപ്പോൾ ലെവറേജും ലോട്ടാണ് ഇതിൻ്റെ മെയിൻ വില്ലൻ. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയ ഒരാൾ പറയുക ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ വേണ്ട എന്ന് തന്നെ. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെൽത്ത് ക്രിയേഷൻ ചെയ്യണം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കൂട്ടണം, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ എന്തെങ്കിലും ഗ്രോ ചെയ്യണമല്ലോ. അപ്പോൾ ഷെയർ മാർക്കറ്റ് ഒരു വൺ ഓഫ് ദ വേ ആണ് നമ്മുടെ ക്യാപിറ്റലിനെ കൂട്ടാൻ. അപ്പോൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, എൻ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആർ ദെയർ. എൻ്റെ ട്രേഡിംഗ് ടെക്നിക്ക് വന്നിട്ട് മോസ്റ്റ്ലി പൊസിഷനിലാണ്. പൊസിഷണൽ ഓർ ഡെലിവറിയിൽ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കുക, അതിൻ്റെ മേ ബി ഒരു ഡിപ്പ് കണ്ടിട്ടുണ്ടാവും, ആ ഡിപ്പിന് ഒരു മേ ബി 5 or 10 points നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യുക, ഒരു 2 ആഴ്ച അല്ലെങ്കിൽ മാക്സിമം ഒരു മാസമൊക്കെ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് അത് സെല് ചെയ്യുക. വീണ്ടും ഒരു ഡിപ്പ് വരുമ്പോൾ നമ്മൾ വീണ്ടും അത് വാങ്ങിക്കുക, എന്നിട്ട് സെല് ചെയ്യുക. കാരണം ഷെയർ മാർക്കറ്റ് ഒരിക്കലും ഒരു സ്ട്രേറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു സ്ട്രേറ്റ് ലൈൻ ഡൗൺവേർഡ് അങ്ങനെയൊന്നുമല്ല, അത് എപ്പോഴും 6 ആക്കാണ്. അപ്പോൾ എല്ലാ 6 ആക്കിലും അല്ലെങ്കിൽ എല്ലാ ഡിപ്സിലും എല്ലാ കയറ്റത്തിലും നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റി നമ്മൾ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു വെൽത്ത് ക്രിയേഷൻ, നമുക്കൊരു നല്ലൊരു എമൗണ്ട് നമ്മുടെ ക്യാപിറ്റൽ ത്രൂ ഉണ്ടാക്കാൻ പറ്റും. ഇറ്റ് വിൽ ബി മോർ ദൻ യുവർ FDs. ബാങ്കിൻ്റെ FD ഒരു വർഷം ഇപ്പോൾ എന്ത് റേറ്റ് തരുന്നു അതിനെക്കാട്ടിലും കൂടുതൽ എന്ത് തന്നെ ആയാലും വരും, അതൊരു സംശയമില്ല. അതിപ്പോൾ നിങ്ങൾ എത്ര റിസ്ക് എടുത്താലും എത്ര ലോസസ് വന്നാലും ഈ പറയുന്ന സംഭവം എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വെൽത്ത് ക്രിയേഷൻ ഇതൊരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, എൻ്റെ സ്ട്രാറ്റജി ഇത് തന്നെയാണ്, മോസ്റ്റ്ലി ഇത് തന്നെയാണ് എല്ലായിടത്തും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ ഇപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിന് രക്ഷപ്പെടുക, പൊസിഷണൽ അല്ലെങ്കിൽ സ്റ്റോക്കിൽ നമ്മളുടെ അടുത്തുള്ള ക്യാപിറ്റൽ കൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക, അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രോഫിറ്റിൽ നമ്മൾ തൃപ്തനാവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ എല്ലാപ്പോഴും ഒരു ലെവൽ വെക്കണം. ഒരു ലെവൽ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പ്രോഫിറ്റിന് ലെവൽ, ആ പ്രോഫിറ്റ് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ യു വിൽ ടേക്ക് ദാറ്റ് പ്രോഫിറ്റ് ആൻഡ് യു വിൽ ഗോ ഔട്ട് ഓഫ് ദ മാർക്കറ്റ്. പിന്നെ മാർക്കറ്റിലേക്ക് നിങ്ങൾ ഒരിക്കലും തിരിഞ്ഞ് നോക്കാൻ പാടില്ല. മേ ബി നിങ്ങളൊരു സ്റ്റോക്ക്, ഫോർ എക്സാമ്പിൾ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്ക് നിങ്ങൾ 50 രൂപയ്ക്ക് വാങ്ങിച്ചു, അത് നേരെ 57, 58 ഓക്കെ, നിങ്ങൾ 50 രൂപയ്ക്ക് വാങ്ങിച്ചു 8 പോയിന്റ് നിങ്ങൾക്ക് കിട്ടി, യു എക്സിറ്റഡ് ഓഫ്. ഓക്കെ, നിങ്ങൾ അതിൻ്റെ പ്രോഫിറ്റ് കിട്ടും, ആ പ്രോഫിറ്റിന് നിങ്ങൾ ഹാപ്പിയായി നിങ്ങൾ ഇറങ്ങി. അല്ലെങ്കിൽ കാരണം നിങ്ങളൊരു ലെവൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഇത്ര എമൗണ്ട് മേ ബി 1000 അല്ലെങ്കിൽ ഒരു 2000 രൂപ പ്രോഫിറ്റ് കിട്ടിയാൽ നമ്മൾ അന്നത്തെ ദിവസം മാർക്കറ്റിനെ എക്സിറ്റ് ചെയ്യാൻ പോകുന്നു. ബട്ട് 58 മേ ബി അതൊരു ചിലപ്പോൾ 68 വരെ പോകാം. അപ്പോൾ നമ്മൾ ആ മാർക്കറ്റിൽ നോക്കിയിട്ട് ദുഃഖിക്കാൻ പാടില്ല. കാരണം എന്താ പറയുക, നെക്സ്റ്റ് ഡേ വെൻ യു ആർ ടേക്കിംഗ് എ പൊസിഷൻ, ഇൻട്രാഡേ പൊസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഇത് വിചാരിക്കുന്നത് വെച്ചാൽ 5 പോയിന്റ് അല്ലെങ്കിൽ 8 പോയിന്റ് കിട്ടിയപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് ഇനിയും കൂടും, അപ്പോൾ ഞാനിത് ഹോൾഡ് ചെയ്യണമെന്ന്. ആ സമയത്തേക്ക് അത് ട്രെൻഡ് റിവേഴ്സൽ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ യു ഷുഡ് എയിം ഫോർ സർട്ടൻ പ്രോഫിറ്റ്. ആ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ യു ഷുഡ് ലീവ് ഇറ്റ് ആൻഡ് യു ഷുഡ് ഗോ ഔട്ട് ടു യുവർ ലൈഫ്, യു ഷുഡ് എൻജോയ് യുവർ ലൈഫ്. പിന്നെ മാർക്കറ്റിലേക്ക് തിരിഞ്ഞ് നോക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ബേസിക് സ്ട്രാറ്റജി. അതിലാണ് എനിക്ക് തോന്നുന്നു ഞാൻ ദ വേ ഐ ഹാവ് വൺ, അതാണ് ഞാൻ കുറേ അധികം വൺ ചെയ്തിരുന്ന അല്ലെങ്കിൽ വിജയിച്ച ഒരു സ്ട്രാറ്റജി, ഇൻട്രാഡേ ആണെങ്കിലും പൊസിഷനിലാണെങ്കിലും. കാരണം പൊസിഷനിൽ നമ്മൾ എടുക്കണോ മേ ബി 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് സംഭവം കയറുന്നു, എന്നിട്ട് നമ്മൾ ആ പൊസിഷൻ എക്സിറ്റ് ചെയ്ത് നോക്കുമ്പോൾ വീണ്ടും അത് 100 പോയിന്റ് കയറിയിട്ടുണ്ടാവും. ബട്ട് ഐ എം നോട്ട് റിഗ്രറ്റിംഗ് ഓൺ ഇറ്റ്. കാരണം ഈ പറയുന്ന പൈസ ഞാൻ പർട്ടിക്കുലർലി ബൈ ആൻഡ് സെൽ ചെയ്തപ്പോൾ മാത്രമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൽ എനിക്ക് വലിയ ഹാർഡ് വർക്ക് ഒന്നും വേണ്ടി വന്നിട്ടില്ല. മേ ബി കുറച്ച് ഫണ്ടമെന്റൽസ്, കുറച്ച് ടെക്നിക്കൽ അനാലിസിസും ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം അല്ലേ. അപ്പോൾ ഇതിൽ അധികം ഹാർഡ് വർക്ക് ഇല്ല, ബട്ട് ദെൻ ഇറ്റ് ഹാസ് ഗിവൻ മീ ഗുഡ് റിട്ടേൺ. അപ്പോൾ ഐ എം വെരി ഹാപ്പി വിത്ത് ഇറ്റ്, ഐ എം വെരി കണ്ടന്റ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഇൻറ്റൻഷൻ വയ്ക്കുകയാണെങ്കിൽ, ഒരു ഗ്രീഡിനെസ് വരാണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ വി വിൽ ഓൾവേസ് വിൻ ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. പിന്നെ ഒരു ട്രേഡർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ഹു ഈസ് ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്, അവരുടെ ദൈവമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, വി ഷുഡ് റെസ്പെക്ട് സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് എടുത്താലും നമുക്ക് കാശ് തന്നാലും ആ ഒരു എമൗണ്ട് വി ഷുഡ് റെസ്പെക്ട് ഇറ്റ്. ആ റെസ്പെക്ട് നമ്മൾ വെച്ചാൽ മാത്രമാണ് വി വിൽ ഗ്രോ ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, ഇത്രയും തന്നെയാണ് ഈ വീഡിയോയിൽ. ഇവിടെ ഇന്ന് നമ്മൾ സംസാരിച്ച 2 പോയിന്റ് ലോട്ട് ആൻഡ് ലെവറേജിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ പേടിക്കേണ്ടത്, എന്തുകൊണ്ടാണ് നമ്മൾ ഭയക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി ഞാൻ എടുക്കുന്ന എൻ്റെ പേഴ്സണൽ ട്രേഡ് കോൾസ് അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന പൊസിഷണൽ കോൾസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അടിയിൽ തന്ന അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ടിൻ്റെ ലിങ്ക് ഉണ്ട്. ആ അക്കൗണ്ടിൻ്റെ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻട്രാഡേ പൊസിഷൻസ് ഒക്കെ കാണാം. ഓക്കെ, എൻ്റെ ഇൻട്രാഡേ പൊസിഷൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊസിഷൻസ് എടുക്കാം അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ് മാത്രമാണ് ഇത്. ഞാനൊരു ഒരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോക്കാം, വേണമെങ്കിൽ അത് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ട്രേഡ് ചെയ്യാം. എന്നിട്ട് ലെറ്റ് us see how it goes.
ഇത്രയും ഇതിന് മുമ്പേയും പറഞ്ഞ പോലെ ഈ വട്ടവും ഞാൻ പറയാം, ഇതുവരെ നിങ്ങൾ കണ്ടു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദിസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ആൻഡ് അവർക്ക് ഈ ചാനലിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അവരുടെ അടുത്ത് പറയാം, എന്നിട്ട് അവരുടെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. ഇഫ് യു ലവ് ദിസ് വീഡിയോ, ഡു ലൈക്ക് ദിസ്. ആൻഡ് എന്തെങ്കിലും ഒരു ക്വയറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന സബ്ജക്ട്സിൽ ഉണ്ടെങ്കിൽ യു ഡു കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്യാം. അതിനെ റെസ്പോണ്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്റ്റാൻഡ് അലോൺ ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നിരിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.